കുറച്ചൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയാ, നല്ല അതല്ലേടാ ഇത് നേരത്തെ പറഞ്ഞത്. കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതല്ലേ. വിഷ്ണു സത്യം പറഞ്ഞാൽ അതുലിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കൂടെ വന്ന ആളാണ്. അതുലിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവറായിട്ട് വിഷ്ണു. അപ്പൊ അത് കേട്ടപ്പോ പിന്നെ ബിരിയാണി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ? അങ്ങനില്ല, പറയാനും കഴിയൂല. മൂന്നെടുത്ത് ഉറച്ച് ജ്യൂസുകൾ അടിപൊളിയാണ്. ഡ്രിങ്ക്സ് അല്ല, ഞങ്ങളിപ്പോ ഇത് പറയുന്നത് ഞങ്ങൾക്ക് പൈസ പോലും കിട്ടൂല, കാരണം അതൊന്നും ഗവൺമെന്റ് കോളേജാണ്. കിട്ടൂല. പക്ഷെ അതല്ല, കോളേജിൽ നിന്നൊന്നും കിട്ടൂലല്ലോ. അതൊക്കെ ആ പൈസ പിന്നെ കോഫി കിട്ടിയില്ലേ, ഫ്രൂട്ട്സ് കിട്ടിയില്ലേ, ഇതിനുള്ളൂ ബിരിയാണി. ക്ലാസ് കയറൽ കുറവാണോ? അല്ല അങ്ങനെയല്ല, കേരളം വീഡിയോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? കൂടുതലുണ്ട്. വേറെ ഒരു കാര്യം എന്തായാലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം ആ ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് പറയണുള്ളൂ. ഇതിൽ വേറൊരു സംഗതി എന്താ, സ്പൂൺ ഫീഡിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് അവിടെ സ്പൂൺ ഫീഡിംഗ് ഇല്ല. നമ്മുടെ ഭക്ഷണം പറയണേ, അപ്പൊ നിങ്ങൾ MBBS അല്ല ഇനി എന്ത് പഠിച്ചാലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണോ, അത് നമ്മുടെ സ്കില്ല് എവിടെയാണോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്നല്ല. അപ്പോൾ ആൾക്കാരുടെ നമ്മൾ രണ്ടാളും നീറ്റ് ഇത് കാണുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഇവ എന്തിനാ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, എന്നവൻ അങ്ങോട്ട് നേരത്തെ പോയിക്കൂടെ? ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പോയിട്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വന്നിട്ടില്ല അതിലും വിഷ്ണുവാണ് കേട്ടോ. അപ്പോൾ അവർ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കെയ്റോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈജിപ്തിലൊക്കെ MBBS പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. സോ നെവർ സ്കിപ്പ് ഇറ്റ്. അപ്പോൾ അതുൽ, അതിൽ വീട് എവിടെയായിരുന്നു? ഞാൻ ഫറൂഖ്. വിഷ്ണു? ഫറൂഖ്. ഫറൂഖുള്ള ആൾക്കാരുടെ അമ്മ രണ്ടാളും നീറ്റ് അല്ല നീറ്റ് കഴിഞ്ഞാണെന്ന് പറയാം. ഫസ്റ്റ് റിപ്പീറ്റ് ആണോ? അത് ഫസ്റ്റ് റിപ്പീറ്റ്, +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം. എത്ര സ്കോർ ഉണ്ടായിരുന്നു? എനിക്ക് 525 ആ ഒരു റേഞ്ച്. 185. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അതൊരു വേറൊരു സംഗതിയാണ്. ഈ നീറ്റിന് പോയി മാർക്കില്ലാത്തവരാണ് പോകണമെന്നുള്ളൊരു ഒരു സാധാരണ രീതിയിൽ എല്ലാവരും ഈ അബ്രോഡ് പോകുന്ന ആൾക്കാരൊക്കെ കുറച്ച് വിവരം കുറവുള്ള ആൾക്കാരാന്നുള്ളൊരു സാധനം ഉണ്ട്. തീർച്ചയായിട്ടും ഇല്ലേ? പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ റിയാലിറ്റി എന്താ വെച്ചാൽ നല്ല മാർക്കുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കെയ്റോയിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തുണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം +2 എത്ര മാർക്ക് വേണം, ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഇപ്പം നീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെയും ബേസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ സബ്ജക്റ്റ് നമുക്ക് മാറാം. കാരണം ഭയങ്കര ബോറിങ്, എല്ലാ വീഡിയോയിലും ഈ നീറ്റ് എന്ന് പറയണ്ടല്ലോ. കെയ്റോ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു കൊല്ലം തീർന്നത് അറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഒരു എന്താ പറയുക, നമ്മൾ ഈ ഇൻസ്റ്റയിലും സിനിമയിലൊക്കെ കാണൂലേ, ഒരു എസ്തെറ്റിക് വൈബ്. നമ്മൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് ഇടുന്നു, ബാഗിൽ പാക്ക് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി പോകുന്നു, ആ ഒരു വൈബ്. ഇപ്പോൾ ക്ലാസ് ആണെങ്കിലും അടിപൊളി ക്ലാസ്, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ, വേറെ അവിടെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. സാധാരണ കെയ്റോനെ പറ്റി പറയുമ്പോൾ സേഫ്റ്റിൻ്റെ ഒരു വിഷയം ഭയങ്കരമായിട്ട് പറയല്ലേ. പ്രത്യേകിച്ച് ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കമൻസ് തന്നെ പല അഡ്വർടൈസ്മെൻറ്റിൻ്റെ താഴത്ത് തന്നെ കമൻസൊക്കെ ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിക്കാണ് വരല്. അതെന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല? ഞാൻ ആദ്യം ഈജിപ്റ്റ് പോകണമെന്ന് വിചാരിച്ചപ്പം ഈജിപ്റ്റ് ആദ്യം മനസ്സിലാക്കുമ്പോൾ ഫുള്ളി മണ്ണും പിരമിഡും മൊത്തം ഒരു എന്താ പറയുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ചാ, സേഫ്റ്റിയും നേരെ തിരിച്ചാൽ. അപ്പോൾ രാത്രി പുലർച്ചെ 3 മണിക്കും ഒരു പെണ്ണിന് സുഖമായിട്ട്, ആണാണെങ്കിൽ ഒരു പെണ്ണിനാണെങ്കിലും സുഖമായിട്ട് നടക്കാം. കാരണം നമ്മുടെ നാട്ടിലിപ്പം രാത്രി ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ, ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരു ആണോ ഒരു വുമനോ അല്ലെങ്കിൽ മെന്നോ ആരെങ്കിലും ഇറങ്ങി നടക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കണം ഇപ്പം സേഫ്റ്റീനെ കുറിച്ച്. പക്ഷെ അവിടെ പെണ്ണുങ്ങൾ മാത്രം പേടിച്ചാൽ മതി. അതെ, ഇപ്പം ആണുങ്ങളും പേടിക്കണം. അതെ, പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ ഇപ്പം രാവിലെ പുലർച്ചെ 3 മണി ആയിക്കോട്ടെ 4 മണി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പൊതുവെ ഈ അറേബ്യൻ കൺട്രീസിന്റെ ഒരു നൈറ്റ് ലൈഫ് കൾച്ചറാണ് അധികം. അതെ, അവിടെ സത്യം പറഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷമാണ്, അവിടുത്തെ 10 മണിക്ക് ശേഷമാണ് അവിടെ എല്ലാം ഓണാവാം. ഇപ്പോൾ ഹോട്ടലാണെങ്കിലും എല്ലാം അവിടെ ഒരു 10 മണിക്ക് ശേഷം ചില ഹോട്ടൽ
24 hours ഉണ്ട്, ചിലത് 2 മണി 3 മണി വരെ ഉണ്ട്. രാത്രി ആൾക്കാർ കാർ എടുത്ത് ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും ജ്യൂസ് കുടിക്കലും പിന്നെ നൈലില് ബോട്ടിങ്ങും പിന്നെ കഫേ, ഈ സ്റ്റഡി കഫേ പറഞ്ഞ സംഭവം അത് അടിപൊളിയാണ്. അപ്പം അവിടെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളൊക്കെ എക്സാം ആകുമ്പോൾ അധികം സ്റ്റഡി അതെ ഞാനൊക്കെ മെയിൻലി ഇപ്പം എക്സാമിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ മുതലേ സ്റ്റഡി കഫേ. കാരണം ഞങ്ങൾ കൂടെ പഠിക്കണ കുറേ കുട്ടികൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് മെമ്പർഷിപ്പ് എടുക്കും. അവിടെ പോയിട്ട് രാവിലെ മുതൽ രാത്രി വരെ പഠിക്കാം. കാരണം അവിടെ സൈലൻ്റ് ആയിരിക്കും, വൈഫൈ ഉണ്ടാവും, പിന്നെ ചായ കുടിക്കുക, നമുക്ക് തൊട്ടപ്പുറത്ത് ബക്കാലേന്ന് ഫുഡ് കഴിക്കാം, എല്ലാം അവിടെ. അതും ഭയങ്കര ഒരു അടിപൊളി സംഭവം. വിഷ്ണുവിന്റെ ഒരു ഇതെന്താണ്? അടിപൊളിയാ ഒക്കെ അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓൻ തന്നെ പറഞ്ഞു. ബാക്കിയൊക്കെ ഓൻ തന്നെ. അങ്ങനെയല്ലല്ലോ, ഒരു എന്നാലും ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓ എന്താ പറയാ, നല്ല തന്നെ. അതല്ലേടാ ഇത് നേരത്തെ പറഞ്ഞത്. കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതല്ലേ? അല്ല എന്താ പറയാ, സ്റ്റുഡൻസിനൊക്കെ പറ്റിയത് തന്നെയാണ്, നല്ലൊരു സ്പോട്ടാണ്. വിഷ്ണുവിന് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാല്, കാരണം എന്താ അറിയോ, വിഷ്ണു സത്യം പറഞ്ഞാൽ അതുലിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കൂടെ വന്ന ആളാണ്. ഡ്രൈവറായിട്ട് അതുലിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവറായിട്ട് വിഷ്ണു. ഇവ വേറെ ഏതോ കൺട്രി പോകാനല്ലോ, ജോർജിയക്ക് പോകുന്ന ആളാണ്. അങ്ങനെ വന്ന് ഈ ഈജിപ്തിൽ എത്തിയപ്പോൾ എന്റെ തോട്ടം എന്താണ്? അത് ഞാൻ ജോർജിയ പോയില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഈജിപ്തിൽ എത്തിയതിനെ കുറിച്ച് എത്തിയെന്ന് പറഞ്ഞാല് നല്ല തന്നെ പറയുള്ളൂ. എന്താ പറയാ, എല്ലാവർക്കും പറ്റിയൊരു സ്ഥലം. കുട്ടികൾക്ക് പഠിക്കാനുള്ളവർക്ക് പഠിക്കുക, കളിക്കാനുള്ളവർക്ക് കളിക്കുക. നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പാസ്സായി പോവും. പിന്നെ നല്ലൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. സൗണ്ട് ഒന്നും പുറത്തു വരാത്തെ എന്താ പറഞ്ഞിട്ട് അത് ആദ്യമായിട്ടാണ്. ഭയങ്കര എക്സ്പീരിയൻസ്. എല്ലാരും ആദ്യമായിട്ടാണ്, ഞാൻ മാത്രം ഓനും ആദ്യമായിട്ടല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം. ഇത് ധൈര്യത്ത് പറഞ്ഞോ? ധൈര്യത്തിൽ എന്റെ സൗണ്ട് തന്നെയാണ് ആദ്യം. അതെങ്ങനെയാണ് പിന്നെ എന്താ പറയാ അതൊക്കെ എന്താണ് ഈജിപ്ത് എന്ന് പറയുമ്പോ എന്താണ് എന്റെ മനസ്സൊക്കെ വരുന്നത്? ഈജിപ്ത് എന്ന് പറയുമ്പോൾ മനസ്സൊക്കെ വരുന്നത് പഠിക്കാൻ വിട്ടാണ്. പക്ഷെ അത് പറയാൻ കഴിയുമോ? അതെന്നെ പറയണല്ലോ. അപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയാ, എന്താ പറയാ ധൈര്യത്തിൽ തുറന്നു പറഞ്ഞോ. കോളേജൊക്കെ നല്ല കോളേജാണ്, നല്ല AC ഒക്കെ ഉണ്ട്, അപ്പൊ ചൂടൊന്നും എടുക്കൂല. അത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. ക്ലാസ് കുറെ ഒന്നും എന്താ പറയാ മനസ്സിലാക്കാൻ നോക്കുക. ലാബൊക്കെ അടിപൊളിയാണ്, പ്രാക്ടിക്കലൊക്കെ കടവറൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പർ. ഫുഡൊക്കെ എന്താണ് എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവില്? ഫുഡ് എന്താ പറയാ, ഇപ്പൊ ഇവിടെ കിട്ടണ മാതിരി ഒന്നും ഉണ്ടാവില്ല അവിടുത്തെ ഫുഡ്, അതാണല്ലോ മെയിൻ. അനക്കപ്പോ സാമ്പാറും ചോറും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ വൈബ് ഏതാണ് ഇവിടെ നാട്ടില്? ഇന്ത്യയിലുള്ള ഫുഡാണ് എന്റെ വൈബ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാ? അതിപ്പോ പറയുകയാണെങ്കിൽ കൊറേ ഉണ്ട്. ഏതാണ്? നോൺ വെജ് നല്ല ഇഷ്ടമാണ്. അതിലെന്താണ് ഇഷ്ടം? അതില് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടമാണ്. നോൺ വെജിൽ കുറെ സാധനങ്ങളില്ല. അതിപ്പോ പറയുകയാണെങ്കിൽ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെ. അതായത് ഇപ്പൊ ബിരിയാണി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ? അങ്ങനെയില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയാനും കഴിയൂല. ആർക്ക് ഇഷ്ടമുള്ള ഒരു നോൺ വെജ് ഫുഡ് പറയും? ഇവിടെ നാട്ടിൽ ഏറ്റവും ഇഷ്ടം മന്തി. ഇപ്പൊ ട്രെൻഡിങ് അതാണല്ലോ മന്തി. അപ്പൊ എനിക്ക് ഈജിപ്തിലൊക്കെ കുഴപ്പമുണ്ടോ? ഇല്ല, ഇവിടെ മയോണൈസ് കിട്ടൂല എന്നുള്ളൂ, ബാക്കിയൊക്കെ സെറ്റ്. നമ്മുടെ നാട്ടിൽ മന്തിക്ക് മയോണൈസ് ഉണ്ടാവുള്ളൂ, വേറെ എവിടെ ഇല്ലല്ലോ. വേറെ എവിടെ ഇല്ല, പക്ഷെ അടിപൊളിയാണ്. അപ്പൊ എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ അവിടെ ഓക്കെ, ഒരു പ്രശ്നമില്ല. ജ്യൂസിനെ പറ്റി, ജ്യൂസുകൾ അടിപൊളിയാണല്ലോ ഈജിപ്ത്. ഡ്രിങ്ക്സ് ജ്യൂസ് നല്ല ജ്യൂസ് തന്നെയാണ്. ഡ്രിങ്ക്സ് അവിടെ ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ അത് നോക്കാത്തോണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ജ്യൂസൊക്കെ നല്ല ജ്യൂസ് തന്നെയാണ്, ഫ്രഷ് ജ്യൂസ്. അപ്പോൾ അവിടെ ട്രെൻഡിങ് ആണ്. ഫ്രൂട്ട്സുകളൊക്കെ അതൊക്കെ ഫ്രഷ്, അതുകൊണ്ടാണ് ഫ്രഷ്. ഫ്രഷ് ജ്യൂസ്. പക്ഷെ ചൂടുള്ളത് നമുക്ക് താല്പര്യമില്ല. അത് നമ്മൾ ഇവിടുന്ന് കോഫി എടുത്തപ്പോൾ തന്നെ ആറിയിട്ട് തണുപ്പിച്ചിട്ടുള്ള സാധനം കുടിച്ചത്. പിന്നെ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സ്പോഷറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ അബ്രോഡ് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കൺസേൺ ആണ് പ്രാക്ടിക്കൽ എക്സ്പോഷർ കുറവാണെന്നുള്ളത്. അത് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അത് തെറ്റാ. കൈറോൻ്റെ ഒരു ബേസിസിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളെ കോളേജ് സത്യം പറഞ്ഞാൽ ഡെയിലി ക്ലാസ് പോകാൻ നല്ല ഒരു എന്താ പറയുക മോട്ടിവേഷൻ തരും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക്
ആഴ്ചയിൽ 2 ദിവസം പ്രാക്ടിക്കലാണ്. അതിൽ രാവിലെ എന്താ കോട്ട് പ്രാക്ടിക്കൽ ദിവസം മാത്രം ക്ലാസ് പോകാനുള്ള മോട്ടിവേഷൻ അല്ലേ രാവിലെ വൈറ്റ് കോട്ട് ഇട്ടിട്ട് ഇറങ്ങും. അപ്പോൾ ഇറങ്ങി പോകുമ്പം അവിടെയുള്ള ആൾക്കാർ നമ്മളെ അടുത്ത് വന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഒരു സംഭവം. ഇപ്പം ഫസ്റ്റ് ഇയർ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്കറിയില്ല, അവിടെ പുറത്തിറങ്ങുമ്പോൾ ആരും ഡോക്ടർന്നും അറിയില്ലല്ലോ. അത് നമ്മൾ പുറത്ത് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇപ്പൊ ഞങ്ങള് പഠിച്ച സമയത്ത് പ്രൊഫസേഴ്സ് നമ്മളെ ഡോക്ടർ. അതെ, ഡോക്ടർ പറഞ്ഞു. ഇവിടെ ഞാൻ ഇന്നലെ നമ്മളെ എയിംസ് എന്നുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ അശ്വിനി രഞ്ജൻ എന്ന് പറയും. ഇവിടുത്തെ PSM എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ ഇതിന്റെ ഒരു എന്താ പറയാ സോഷ്യൽ മെഡിസിൻ്റെ ഒരു ഇതുണ്ട്, ക്ലാസ് ഒക്കെ എടുക്കണേ, ബാത്തിയിലൊക്കെ ക്ലാസ് എടുക്കണേ. ഒരു ഉസ്ബക്കിലൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പം നമ്മൾ കൊളാബ് ചെയ്യുന്നുണ്ട്. മൂപ്പരായിട്ട് ഇന്നലെ നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. മൂപ്പരും പറഞ്ഞൊരു സംഗതിയുണ്ട്, എയിംസിൽ സാറെന്നൊന്നും വിളി, അതായത് കുട്ടികളെ തമ്മിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനൊന്നും സാറ് അങ്ങനെ വിളിക്കുന്ന പരിപാടിയില്ല, പേര് വിളിച്ചിട്ടാണ് പറയാനുള്ളൊരു സാധനം പറഞ്ഞിരുന്നു. പക്ഷെ പുറത്താകുമ്പോൾ ഒന്നുകൂടി റെസ്പെക്ട് കൂടുതലാണ്. അതെ, പുറത്താകുമ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തു കൂടി ഇങ്ങനെ നടന്നപ്പം വൈറ്റ് കോട്ട് ഇടണ്ട. ഞങ്ങൾ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ അവിടെ പോയപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ 4 ആളിങ്ങനെ നടക്കുക. അപ്പം ഒരു വയ്യാത്തൊരു അവിടുത്തെ ഉള്ളൊരു ലേഡി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അറബിയിൽ എന്തൊക്കെയോ പറയുന്നു. അറബിയാണല്ലോ, അപ്പോൾ ഫസ്റ്റ് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ പേപ്പർ കാണിച്ചിട്ട് കുറേ മരുന്നിൻ്റെ പേരൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അവർക്ക് അറിയാം നമ്മൾ ഡോക്ടറാണ്, കാരണം ഇൻ്റർനാഷണലി വന്ന സ്റ്റുഡൻസ് എന്താണെങ്കിൽ കയറോ അവിടെ പഠിക്കാനാണല്ലോ. പക്ഷെ ഈ സംഭവം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ, ഓരോ അസുഖത്തിന്റെ പേര് കണ്ടിട്ട് മനസ്സിലാകാത്തോണ്ട്. ഒരാഴ്ചയായിട്ടുള്ളൂ, ക്ലാസ് പോലും കയറിയില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് തിരിഞ്ഞിട്ടിട്ട് അവിടെ ഒരു ഫാർമസി ഉണ്ട്, അവിടെ പോയിക്കോളൂ. മലയാളത്തിൽ തന്നെ പറഞ്ഞു, മനസ്സിലായതുകൊണ്ട് ആർക്കറിയില്ല. പക്ഷെ അവിടെ പോയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന്. കൈറോയില് ഒരു പ്രത്യേകത, ഞാൻ ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റികളൊക്കെ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ, കൈറോന്റെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലും ഒറ്റ കോമ്പൗണ്ടാണ്. നമ്മുടെ നാട്ടിലത്തെ എക്സാക്ട് മെഡിക്കൽ കോളേജിന്റെ ഒരു അവിടെ ഉള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾ ലെക്ചറിന് പോണ സമയത്ത് തന്നെ കാല് പൊട്ടിയ ആൾക്കാർ, കൈ പൊട്ടിയ ആൾക്കാർ, പല അസുഖമുള്ള ആൾക്കാർ, അത് നമ്മള് എക്സാക്ട് നമ്മളെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ OPD കൂടെ എങ്ങനെയാണോ പോണത് അതേ ഫീലാണ് നമുക്ക് കൈറോയില് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു സംഗതി തന്നെ ഭയങ്കരമാണ്. അതെ, അത് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 2000 to 5000 5,000 പ്ലസ്, അതെ 6,000 ആൾക്കാർ അവിടെ നമ്മൾ വരുന്ന അങ്ങനെ കാണാം. രാവിലെ മുതൽ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ ലൈൻ ഉണ്ടാവും ഓരോ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ്. അതാണ് നമ്മൾ ആ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഗേറ്റ്, ഞങ്ങൾ സ്റ്റുഡൻറ് ID കാർഡ് കാണിച്ച് കയറുമ്പോൾ തന്നെ കുറേ BDS പഠിക്കണ, ഡെൻ്റൽ പഠിക്കണ ഡോക്ടർമാരുണ്ടാവും. നമ്മളെ ഏജും അതേപോലെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ കുറേ പേഷ്യൻസും ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇപ്പോൾ PGക്കാരും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഒരു തമിഴ്നാട് നിന്ന് ഒരു ചേട്ടൻ, മറ്റേ ഏതായിരുന്നു കോളേജ്, മധുരയുള്ള ഒരു മെഡിക്കൽ കോളേജ് പഠിച്ചിട്ട് ഇവിടെ PG ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എത്രയോ 3 കോടിയോ അങ്ങനെ എന്താണ്. അല്ലല്ല, ഇത് വേറെ, ഇത് മൂപ്പര് ഒറ്റയ്ക്കാ വന്ന്. അപ്പൊ അങ്ങനെ കറക്റ്റ് അറിയില്ല. അന്ന് എംബസി നിങ്ങളെ കൂടെ എനിക്ക് ബാച്ച് ഓർമ്മല്ല, ഒരു 4-5 ആൾക്കാരെ നമ്മൾ കണ്ടില്ല, ഗൈനക്കോളജി, സർജറി. അത് ഉണ്ട്, നമ്മളൊരു മലയാളി ഉണ്ട്, ഒരു സർജറിക്ക് വന്നിരുത്തനുണ്ട്. ആണോ? ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് അറിയണ 2-3 ചേട്ടന്മാരുണ്ട്. ഇപ്പോൾ തേർഡ് ഇയർ അല്ല സെക്കൻഡ് ഇയർ അങ്ങനെ എന്തോ പഠിക്കുന്നത്, റേഡിയോളജി പഠിക്കുന്നുണ്ട്, ജനറൽ മെഡിസിൻ പഠിക്കുന്ന 2-3 ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഒറ്റ ക്യാമ്പസിന്റെ ഉള്ളിലാണ്. PG പഠിക്കണേ. എന്താണ് അവരെ അഭിപ്രായം? അവര് ഒരാള് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ പോയി പഠിക്കുന്ന ആളുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ അടിപൊളിയാണ്. പിന്നെ അല്ല നമ്മളുണ്ടല്ലോ, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതിലൊരു ഫ്രസ്ട്രേഷൻ വന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് കുറ്റം പറഞ്ഞ ഒരാൾ പോലും ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് പോയി കണ്ടിട്ട് അവർ വന്നിട്ട് കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ. ഇതുവരെ ഒരു സ്ഥലത്തും പോയിട്ടില്ല. അവനാണ്ട് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ക്യാമറ വെച്ചിട്ടാണ് പറയാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ചിന്തിച്ചിട്ട് ഉള്ള ആ ഒരു സ്റ്റിഗ്മേൻ്റെ പുറത്ത് സംസാരിക്കാം. ഞാനിവിടെ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇവിടത്തെ മെഡിക്കൽ കോളേജിൽ UG കഴിഞ്ഞ പല ആൾക്കാരും അവിടെ PG പഠിക്കാൻ വേണ്ടി. അല്ല, ഞങ്ങളിപ്പോൾ ഇത് പറയുന്നത് ഞങ്ങൾക്ക് പൈസ പോലും കിട്ടൂല, കാരണം അതൊന്നും ഗവൺമെന്റ് കോളേജാണ്. കിട്ടൂല. പക്ഷെ അതല്ല, കോളേജിൽ നിന്നൊന്നും കിട്ടൂലല്ലോ. അതൊക്കെ ആ പൈസ പിന്നെ കോഫി കിട്ടിയില്ലേ, ഫ്രൂട്ട്സ് കിട്ടിയില്ലേ, ഇതേ ഉള്ളൂ ബിരിയാണി. അപ്പം കോളേജിനെ കുറിച്ചിപ്പോൾ ഞങ്ങൾ പൊക്കി പറഞ്ഞാലും താഴ്ത്തി പറഞ്ഞാലും ഒന്നും ഞങ്ങൾക്ക് എഫക്റ്റ് ചെയ്യാൻ പോലില്ലല്ലോ. പക്ഷെ ഉള്ള കാര്യം പറയണം. ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന 2 കുട്ടികൾ എൻ്റെ ജൂനിയേഴ്സായിട്ട് ഈ പ്രാവശ്യം വരുന്നുണ്ട്, ഡോക്ടറിനെ അറിയാലോ. അപ്പോൾ അവരിപ്പോൾ അവർക്ക് ഇപ്പോൾ എൻ്റെ അനിയത്തിയും കൂടി വരാൻ നോക്കിയാൽ, പക്ഷേ മാർക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഓള് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത പോലെ എന്താണെങ്കിൽ മിക്കവാറും അവിടെ തന്നെയാവും. കാരണം ഇവിടെ ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് പഠിക്കണമെങ്കിൽ
പൈസ ഇപ്പോൾ അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലാണ്. അതിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ സെൽഫ് ഫിനാൻസിങ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇപ്പോൾ ഓക്കെ നാട്ടിൽ തന്നെ പഠിക്കുക, കുറച്ച് പൈസ കൊടുത്താലും ചില പാരൻസ് അങ്ങനെ ഉണ്ടാവും, കുറച്ച് പൈസ കൊടുത്താലും കുട്ടി ഇവിടെ തന്നെ ഇരിക്കല്ലോ, നമ്മളെ ചുറ്റുപാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിന്റെ നോക്കുമ്പോഴാണ്. വേറൊരു വിഷയം എന്താ, ഇവിടെ പല ആൾക്കാരും നോക്കുന്ന ഒരു കാര്യം, നമ്മളെ അടുത്തുള്ള സ്ഥലത്ത് പഠിക്കുമ്പോൾ കുട്ടികളെ എപ്പോഴും കാണാൻ പറ്റും, അതെ പിന്നെ ഭയങ്കര സേഫാണ്, നമ്മുടെ നാട് ഭയങ്കര സേഫാണ് എന്നുള്ളത്. അതായത് നാട്ടിൽ ഉള്ള മെഡിക്കൽ കോളേജുകളും നാട്ടിലുള്ള ഹോസ്റ്റലുകളും സേഫാണ്, നമ്മുടെ നാട്ടിലാണ്. പിന്നെ ഇവിടുത്തത് ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിന് മേലെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് എന്നൊക്കെ ഉള്ളൊരു തോട്ടാണ് കേട്ടോ. ആ ഒരു തോട്ടിൻ്റെ പുറത്താണ് ഇവിടെ തന്നെ എങ്ങനെയും കയറുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ 200 മാർക്കുള്ള ആൾക്കാരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്നും ഒരിക്കലും പോസിബിൾ അല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കെയറോക്ക് അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി 178 മാർക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ മെസ്സേജ് ഒന്ന് ഓൾഡ് ചെയ്ത് വെക്കണം, എനിക്ക് CMC വെല്ലൂരിൽ റാങ്ക് ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് കിട്ടൂല. കാരണം എന്താ വെച്ചാൽ അവിടെ ആകെ 100 സീറ്റാണുള്ളത്, ഇവിടെ റാങ്ക് 1200 സംതിങ് ആണ്. അത് കിട്ടൂല എന്ന് ഉറപ്പാണ്. പക്ഷെ അവരുടെ ഒരു ഹോപ്പ് എന്താണ്, കിട്ടും. ആ ഒരു സെറ്റപ്പിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അവരെന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നീറ്റ് പറഞ്ഞ ഒരു ഗേറ്റാണ്, അങ്ങനെ പല ഗേറ്റുകളും. 525 സ്കോർ പറഞ്ഞാല് അതെ അല്ല, ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച 610 മാർക്ക് കിട്ടിയ ഒരു ഫ്രണ്ട് ഉണ്ട്, ബ്രില്യൻ്റ്, എൻ്റെ കൂടെ പഠിച്ചേ. അവന് കിട്ടിയില്ല പറഞ്ഞപ്പോഴാണ് ഞാനൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നല്ല മാർക്ക് ഉണ്ട്, 675 അങ്ങനെ എന്തോ മാർക്ക് ഉണ്ട്. അതെ 610. അതെ അപ്പോൾ 606 അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മാർക്കുള്ള കുട്ടികളാണ്. എന്നിട്ടാണ് അതായത് നമ്മളിത് എത്ര പറഞ്ഞാലും മനസ്സിലാവും, നീറ്റിൽ 500 മേലെ കിട്ടിയ കുട്ടികളൊക്കെയാണ് അധികം കെയറോയിലുള്ള ആൾക്കാർ. വിഷ്ണുവിൻ്റെ രീതിയിൽ അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത് ആദ്യം ഒരു തോട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്താ ഒരു തീരുമാനം, അങ്ങനെ ഇതിലേക്ക് എത്താനുള്ളൊരു ഇതെന്താ? ഞാൻ നഴ്സിംഗ് എടുക്കണം എന്ന് വിചാരിച്ച്. അപ്പം അമ്മ പറഞ്ഞ്, അമ്മ ഒരു നഴ്സാണ്, അബ്രോഡാണ്, കുവൈത്തിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അമ്മ പറഞ്ഞ് എന്തായാലും നഴ്സിംഗ് എടുക്കല്ലേ, അപ്പോൾ പിന്നെ MBBS എടുത്തോടെ ഏകദേശം ഒരേ റേഞ്ചിലാണ് വരുന്നത്, പഠിക്കാൻ ഏകദേശം അതേമാതിരി തന്നെ ഉണ്ട്. അപ്പോൾ MBBS എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ കിട്ടാൻ എനിക്ക് സാധ്യത ഇല്ല, എൻ്റെ കഴിവ് വെച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ക്വാളിഫൈ ആവാൻ അങ്ങനെ ആവുകയാണെങ്കിൽ പുറത്ത് പോയി പഠിക്കാന്ന് പറഞ്ഞു. അല്ല, അതിന് വേറെ ഉണ്ട്. ഈ എൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കെയറോയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ അത്യാവശ്യം മാർക്ക് വേണം, പെർസെൻറ്റേജ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അത് ചില്ലറ നിസ്സാരമായിട്ട് കാണണ്ട. അതായത് ഈ ഇപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു അബ്രോഡുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താൽ ഞാൻ എന്നോട് ഇത് പറയൂല. നേരെ മറിച്ച് യൂറോപ്പ്, അതുപോലെ തന്നെ ഈജിപ്തിലെ കൈറോ ഒക്കെ പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ടാസ്ക്കാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ 5-6 കുട്ടികൾ ലാസ്റ്റ് വേറെ അവിടെ നിന്ന് കിട്ടാതെ നമ്മൾ ത്രൂ വന്ന്, ഓർമ്മല്ലേ, വേറെ ആളുകൾ ത്രൂ പോയി കിട്ടാതെ അവർക്ക് മാർക്ക് ഉണ്ടായിട്ട് പോലും കൈറോ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പം കൈറോയിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഈ കഴിവില്ലാത്ത ആളല്ല, ആ ഒരു തോട്ടുണ്ടെങ്കിൽ. അല്ല, കൈറോ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ തന്നെ അവിടുത്തെ ഗവൺമെൻറ്, ഇപ്പം നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ അത് ഇവിടുത്തെ ആയതുകൊണ്ട് കോഴിക്കോട്, ഇപ്പോൾ അവിടെ കസറലൈനി പറഞ്ഞിട്ടാണല്ലോ കൈറോ. അതെ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെയാണ് ജനിച്ച വളർന്ന വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ കോളേജാണ്. അതെ, അവിടുത്തെ എയിംസ് ആണ്. അതാണ് ഇപ്പം അവിടുത്തെ എയിംസ് ന്യൂഡൽഹിയാണ്. ഇവിടുത്തെ 1ാം റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് എയിംസ് ന്യൂഡൽഹിയിലാണ് കിട്ടും. അതെ, അവിടെ ഒരു നല്ല മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അവിടെ ലിമിറ്റഡ് സീറ്റാണ് ഈജിപ്ഷ്യൻസ്. അതിൽ ഫസ്റ്റ് റാങ്ക് വരുന്ന കുട്ടികൾ കയറുന്ന സ്ഥലമാണ് കൈറോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്താണ് പോകാൻ പറ്റാത്ത ചില്ലറ കാര്യമല്ല. എന്നോടിപ്പം എവിടെ പഠിക്കണമെന്ന് ചോദിച്ചാൽ കൈറോ മെഡിക്കൽ കോളേജ്. ഓ, പുറത്താണല്ലേ? ഞാൻ അവിടുത്തെ മെഡിക്കൽ കോളേജാണ്, അവിടുത്തെ ഗവൺമെൻറ് കോളേജാണ്. അവിടുത്തെ ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞു. പിന്നെ ചില ആൾക്കാരോട് കൈറോ കോളേജ് അറിയുമ്പോൾ തന്നെ നമ്മൾ പണ്ട് മുതലേ ഈ സോഷ്യലിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നൈല്, കൈറോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് ഇപ്പോൾ ഞാൻ കൈറോയിലാണ്, ഈജിപ്തിലെവിടെ കൈറോയിലാണ്, നല്ല റേറ്റ് ഉണ്ടാവോ, ഫീസ് ഉണ്ടാവോ? ഞാൻ നല്ല ഇവിടത്തെ കാട്ടും കുറവാണ് അറിയുമ്പോൾ ഒരു ആണല്ലേ, അങ്ങനെ. അല്ല, അതിനെന്താ പറയുക, ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് കൈറോ എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഏതൊരു യൂണിവേഴ്സിറ്റി. അതെ, പക്ഷെ അതിൻ്റെ റാങ്കിങ് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ റാങ്കിങ് പറയുമ്പോൾ നമ്മളെ എയിംസ് ന്യൂഡൽഹിയിലും കാട്ടി റാങ്കിങ് ഉണ്ട്. അതെ, അപ്പം അത് പറയുമ്പോൾ പിന്നെ അവർ മേലക്ക് വെക്കും. ഇപ്പം അവർ ചിന്തിക്കണം എന്താ വെച്ചാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. അല്ല, അപ്പോൾ ഇതിൽ ഒരു സംഗതി എന്താ വെച്ചാൽ അബ്രോഡ് പോകണ എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ കാണണം. നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്.
പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ ലിവിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10K EGPന്റെ അടുത്ത് വരുന്നുണ്ട് ഏറ്റവും കുറവ്. ഒരു ഒരു 10K. $150 to $200. ഡോളർ എന്തൊക്കെ ഫുഡൊക്കെ നിങ്ങൾ കുക്ക് ചെയ്യാൻ അങ്ങനെ പരിപാടി? ഫുഡ് ഞങ്ങളെ റൂമിൽ അതിലാണ് മെയിൻ ഷെഫ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ലപോലെ കുക്ക് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. പാത്രം കഴിക്കാനാ? അത് ഞാനും നഫീസൊക്കെ ഉണ്ട് ക്ലീനിങ് ആൻഡ് ഇവൻ ചിക്കൻ മുറിക്കും, ഞാൻ ഉണ്ടാക്കും, പാത്രം കഴുകാൻ എല്ലാവരും കൂടി എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവും. വേറെ ആരെങ്കിലും അപ്പോൾ പാർട്ടി ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടിയിട്ട്? അങ്ങനെ ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മീനൊക്കെ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്ത് ചിക്കൻ ബിരിയാണി. അവിടെ എന്തൊക്കെ നല്ല അടിപൊളി മീൻ കിട്ടും. ഞാൻ പക്ഷെ മീൻ എന്താ പ്രശ്നം വെച്ചാൽ, മീൻ അവിടെ നമ്മളെ മനിയൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലുണ്ടാവും. ഇവരെങ്ങനെ വെച്ചാൽ അവിടുത്തെ ആൾക്കാർ ഫിഷ് നല്ല വലുതാണ് കിട്ടുക, നമ്മളെ പുഴമീൻ പോലെ വലിയ മീനും, അത് പെപ്പറും ഉപ്പും ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യും, വേറെ മസാല ഒന്നും ഇടാതെ ഗ്രില്ല് ചെയ്യും, എന്നിട്ട് അത് മാത്രം തിന്നും. നല്ല ഫ്ലഷ് ആയിട്ടുള്ള സാധനം. അല്ല അതിൽ ഹമ്മൂറൊക്കെ കിട്ടും അവിടെ? ആ ഹമ്മൂർ കിട്ടും. നമ്മളെ നല്ല അടിപൊളി ഗ്രില്ല് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ്. അല്ല ഹമ്മൂർ കിട്ടും അവിടെ? ഹമ്മൂർ കിട്ടും. പിന്നെ കാരിഫോർ പോവുകയാണെങ്കിൽ അല്ല അങ്ങനല്ല, നമ്മൾ ഫ്രഷ് ചോദിക്കാം. ഫ്രഷ് ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ ഫിഷ് ഇതുവരെ ഞാൻ അവിടെ അങ്ങനെ ആലോചിച്ചില്ല കേട്ടോ. അവിടെ 2-3 അഭിപ്രായത്തില് ഫിഷ് മഗ്ലിയൊക്കെ ഉണ്ട് നമ്മുടെ സൗദിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഈജിപ്തിൽ നല്ല സാധനം. ഫിഷ് ഇവര് മാർക്കറ്റ് പോയ നല്ല സാധനം കിട്ടും, പക്ഷെ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ടൈപ്പാ. പ്രൈസ് എങ്ങനെ? കുറവാ. ഒരു കിലോ ഒരു 100 പൗണ്ട് ആ ഒരു രീതിയിൽ, 180 പൗണ്ട് അങ്ങനെ. ഒരു കിലോനോ? ആ ഒരു കിലോന് 80 പൗണ്ട് പറഞ്ഞാല് ആകെ 160-150 ആവുള്ളൂ. $150. ഏത്? പക്ഷെ അവിടെ പ്രശ്നം എന്താ അറിയോ, അവിടെ ആൾക്കാർ ഫിഷിനോടുള്ള ആൾക്കാർ കുറവാ. ഈജിപ്ഷ്യൻസ് ഫിഷ് യൂസ് ചെയ്യണ വളരെ കുറവാണ്. ഞങ്ങൾ അവിടെ ഈ ഒരു കൊല്ലം അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ചിക്കൻ മീറ്റ് പിന്നെ അതേപോലെ റാബിറ്റ് പിന്നെ പീജൻ, അതിനോടൊക്കെ കുറേ ആൾക്കാർ അവിടുത്തെ മിസറീസ് കുറേ വാങ്ങും. ഫിഷ് വളരെ കുറവാണ് വാങ്ങണേ. ഫിഷ് പിന്നെയും വാങ്ങാറ് നമ്മുടെ കൂടെ ഉള്ള സീനിയേഴ്സൊക്കെ വാങ്ങാറ്. ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവരുണ്ടാവും അവിടെ. കാരണം ഗ്രില്ല് ചെയ്താൽ അടിപൊളിയാണ്. പിന്നെ അവിടെ യമനി റെസ്റ്റോറൻറ്റ് പോവുകയാണെങ്കിൽ 200 പൗണ്ടിന് ഒരു വലിയ ഫുള്ള് നമ്മളെ ഫിഷ് ഫ്ലാറ്റർ കിട്ടും. 200 പൗണ്ടിന്. 200 പൗണ്ട്. ഞാൻ പോരുന്നതിൻ്റെ കുറച്ച് ഒരു മാസമല്ല 2 ആഴ്ച അങ്ങനെ എന്തോ മുന്നേ കഴിച്ചതാ. അടിപൊളി സാധനം. ഞാൻ ഈജിപ്തിലെ എല്ലായിടത്തും പറഞ്ഞതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ഞാനിപ്പോൾ ഞാനൊരു 35 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഈജിപ്തിൻ്റെ അത്ര ഫുഡ് എനിക്ക് ബെസ്റ്റ് ഫുഡ് റേറ്റ് കുറഞ്ഞ് കിട്ടിയ വേറെ സ്ഥലമില്ല. അടിപൊളി സാധനം. നമ്മുടെ നാട് ഇന്ത്യയിൽ നമുക്ക് പറയാം ഫുഡ് വലിയ പൈസ എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് തോന്നിയില്ല കേരളത്തിൽ വലിയ ഫുഡിന് പൈസ ഉണ്ടെന്ന് കേട്ടോ. കാരണം നമുക്കിവിടെ ഒരു 3 പൊറാട്ടയും ഒരു ബീഫും കഴിച്ചാൽ $150 ആവുള്ളൂ അല്ലേ? $100 ബീഫിനും ഒരു ചായയും കൂടി കുടിക്കുകയാണെങ്കിൽ $160 പരിപാടി. ഈ സാധനം നമ്മൾ പുറത്തു പോയാൽ നടക്കൂല. അങ്ങനെ നടന്നത് എനിക്ക് തോന്നിയ ഒരൊറ്റ സ്ഥലം ഈജിപ്ഷ്യൻ. കാരണം ഈജിപ്തിൽ ഒരു ഫലാഫിൽ ചായ കുടിക്കണമെങ്കിൽ ആകെ എത്ര? ഫലാഫിൽ 15 പൗണ്ടും 15 പൗണ്ട്. ഫലാഫിൽ റോള് കിട്ടും. അതെ, ആ വലിയ സാധനം. അതാ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറ് ഫലാഫിൽ. 15 ഒരു ചായക്ക് എത്ര? 5-10. ചായ അങ്ങനെ കുടിക്കില്ല. ജ്യൂസിനാകെ ജ്യൂസിന് 10 വലിയ ജ്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഫുഡിന്റെ കാര്യത്തിൽ ഈജിപ്ത് അടിപൊളി. അല്ല, ഫുഡാണ് അവിടെ മെയിൻ. ഇപ്പൊ മനിയലിൽ ഇറങ്ങുകയാണെങ്കിൽ രാത്രി, ഞാൻ അറിയില്ല രാത്രി സേഫ് ആണെന്ന് ചോദിച്ചാൽ 10 മണിക്ക് ശേഷം 9 മണിക്ക് 10 മണിക്ക് ശേഷം എല്ലാം തുറക്കും. അവിടെ റോഡ് സൈഡിൽ നല്ല അടിപൊളി മീറ്റ് കബാബ് ഉണ്ടാക്കല്, ഗ്രില്ല് ചെയ്യല്, പിന്നെ ക്രെപ്പ് പറഞ്ഞൊരു സാധനം ഉണ്ട്, മറ്റേ ഒരു ട്രയാങ്കിൾ പോലെ സാൻഡ്വിച്ച് പോലെ, മസ്റ്റ് ട്രൈ സാധനം. പിന്നെ അതേപോലെ മനാക്കിഷ് പറഞ്ഞ സാധനം, പിന്നെ ബീലബൻ. അവിടെ ഈജിപ്തിന്റെ ബ്രാൻഡാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഈജിപ്തിന്റെ ബ്രാൻഡാണ് ബീലബൻ. ഈ സൗദി ദുബായിലൊക്കെ ഉള്ള ഒരാൾക്ക്. പിന്നെ പറഞ്ഞാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്ന സമയത്ത് ഈ ഡോക്യുമെന്റേഷന്റെ ബാക്കിലും ഈ ഫസ്റ്റ് അതിന്റെ ബാക്കിൽ നടക്കുന്നതുകൊണ്ട് ഈ ഒരു സംഗതി സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടൊരു വരവ് ഇതുവരെ ഈജിപ്തൊക്കെ വന്നിട്ട് ഈ പ്രാവശ്യങ്ങൾ മസ്റ്റ് ട്രൈ ഇപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മളെ ആർമിയോടെ സെറ്റ് ആണ്. ഫുൾ ടീമുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് നമുക്കിപ്പോ കുഴപ്പമില്ല. ഇനി നമുക്ക് ഫുൾ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളെ കുട്ടികൾക്കും തന്നെ ഒരു ഉഷാറുണ്ടാവും. അല്ല, ബി11 ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവിടെ സൈൻ ലെവൽ പറഞ്ഞ സാധനം തുടങ്ങിയിട്ടുണ്ടല്ലോ. അവിടെ ബി11 ഒരു 30 പൗണ്ട് കൊടുത്താൽ ഒരാൾക്ക് ഒരു രാത്രി പ്രൈസ് അവിടെ കുറവാണ്, ഭയങ്കര കുറവാണ്. കാരണം ഒരാൾക്ക് രാത്രി അത് മതി. ഇപ്പം ഞങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞങ്ങൾ ഹെബ ചോക്ലേറ്റ് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങി. അതാകെ എത്രയാ
80 പൗണ്ടോ 90 പൗണ്ട് അങ്ങനെ എന്തോ ഉള്ളൂ. വലിയൊരു സാധനം, ഒരു റെക്ടാങ്കിളും അല്ല. ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരു റെഡ് ബുള്ളും വാങ്ങി, ഉറക്കം വരാതിരിക്കാൻ എക്സാമിന് തലേന്ന്. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം. കാരണം വയറ് നിറയും. വയറ് നിറഞ്ഞിട്ടേ, കാരണം രണ്ടാൾക്ക് സുഖ, രണ്ടാൾക്ക് മൂന്നാൾക്ക് അത് ആകെ ഈ 80 പൗണ്ടിന് സുഖമായിട്ട് കഴിക്കാം. ഒരാൾക്ക് ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയ സമയത്ത് ഇപ്പം എബ്രോഡ് പോയി പഠിക്കുന്ന മെയിൻ ഒരു സംഭവം എന്താ വെച്ചാൽ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക, എങ്ങനെ കുക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ പഠിക്കണ ഇപ്പോൾ ഒരു ഹോസ്റ്റലിലാണ് വിചാരിച്ചേക്ക്. ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ ഫുഡ് ചില കോളേജിലുണ്ടാവും, എല്ലാ കോളേജിലും ഫുഡ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതേപോലെ ലോണ്ടറി സിസ്റ്റം ഉണ്ടാവും. അവിടെ നമുക്ക് ലോണ്ടറി ചെയ്യാം. പക്ഷേ നമ്മളൊരു ഈ ഒരു ഏജിൽ തന്നെ നമ്മൾ സ്വന്തം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താണെങ്കിലും, ഇപ്പം ഞാനിപ്പം ഫസ്റ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല അല്ലേ. ഞാൻ ഇപ്പൊ തന്നെ പറയാതൊക്കെ, ഞാൻ ചോദിക്കാൻ പോണ ചോദ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങോട്ട് ഈ പറഞ്ഞു തരുന്നത്. ഇവന്റെ അമ്മൂമ്മ കെട്ടിടത്ത് വന്നിട്ട് കുറെ കൺസേൺ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവന് ഇവിടുന്ന് പോയ കണ്ട് പോരും, അതൊക്കെയാണ്. അതായത് അങ്ങനത്തെ ഡൗട്ട് വരും. ആളിപ്പോ ഇവിടെ തന്നെ സംസാരിക്കാൻ എപ്പോഴും മടിയാണെങ്കിലും അവന്റെ അമ്മൂമ്മക്ക് അങ്ങനെ ഭയങ്കര ഡൗട്ടുകളുണ്ട്. ഇത് ഇങ്ങൾ രണ്ടാൾ മാത്രമല്ല, ഞാൻ നമ്മളെ മറ്റേ വേറെ സ്റ്റുഡൻ്റ് ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല, അവരെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അപ്പം അന്ന് എന്നോട് അവർ പറഞ്ഞു, പണ്ട് ഒരു പേപ്പർ ഇങ്ങോട്ട് എടുക്കുമോ എന്ന് ചോദിച്ചാൽ ആർക്കെന്താ എടുത്താലും ചോദിക്കുന്ന ആളായിരുന്നു. ഇപ്പം പിന്നെ തലേന്നത്തെ കറി പറ്റൂല, പുതിയത് വേണോ, അല്ലെങ്കിൽ രാവിലെ തലേന്ന് ഉണ്ടാക്കിയ കറി രാവിലേക്ക് പറ്റൂല, അങ്ങനത്തെ ഒക്കെ മെത്തേഡുള്ള ആൾക്കാർ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഫുള്ള് ട്രാൻസ്ഫോർമേഷനാണ്. ആൾക്കാരാകെ മാറിയെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഞാൻ എപ്പോഴും അബ്രോഡ് MBBS എടുക്കുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ ജീവിക്കാൻ പഠിക്കും. ഇത് എൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ചേഞ്ച് ഉണ്ട്. ഞാൻ അബ്രോഡ് പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ എൻ്റെ കണക്ഷൻസാണ്. എനിക്ക് ഇന്ത്യയിൽ മുഴുവൻ കണക്ഷൻസ് ഉണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളിലും എനിക്ക് കണക്ഷൻസ് ഉണ്ട്. ഒരു മനുഷ്യന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹവും നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കണക്ഷൻസാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പൈസ അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, കണക്ഷൻസ്. ഈ കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ MBBS പഠിച്ച് ഡോക്ടർ ആവാന്നുള്ളത് മാത്രമല്ല കേട്ടോ. അങ്ങനെ മാത്രം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. MBBS പഠിച്ച് നമുക്ക് ഡോക്ടർ ആവുന്നതിനെ കുറിച്ച് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. ഞാനും മിന്നാന്ന് ഒരാളെ പരിചയപ്പെട്ടു, എയിംസ് MBBS കഴിഞ്ഞ്. നിങ്ങളിത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എയിംസ് MBBS കഴിഞ്ഞ് ഇല്ലാതെ വിശ്വസിച്ച് മതിയാവും. അയാൾക്ക് കൊണ്ടുപോയി കാണിച്ചു തരും. ഞാൻ അന്ന നാട്ടുകാരനാണ്, വൈദ്യരകാടിയുള്ള ആളാണ്, ഞാൻ പരിചയപ്പെടുത്തി തരും. എയിംസ് MBBS കഴിഞ്ഞു, എൻ്റെ അതേ പ്രായമാണ്. ആളെ പണി ഇപ്പം എന്താ അറിയോ? പറയേ, ഗസ് ചെയ്യാൻ പറ്റുമോ? ആള് ട്രേഡിംഗ് ആണ് ചെയ്യണത്. ഡോക്ടർ വിട്ട് എയിംസ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അബ്രോഡ് പൊട്ടിയിട്ട് വന്ന് ചെയ്യണം പറയും. ആരോപണം പറയൂ, എനിക്കറിയില്ല, കുറെ ആൾക്കാർ പറയണാണ്. പക്ഷെ ഓൾക്ക് നമ്മളെ കാര്യത്തിൽ അങ്ങനെ ഗസ് ചെയ്യണോല് ഗസ് ചെയ്തോട്ടെ. അത് ഓലവിടെ ഗസ് ചെയ്ത് ഓലെ കാലം തീരും. ഓലവിടെ ഇരുന്നിട്ട് കമന്റ് ചെയ്തരും ഗസ്സിങ്ങും മാത്രമേ ഉള്ളൂ. നമ്മളെ വഴിയിലൂടെ മുന്നോട്ട് പോകും. അതാണ് എനിക്ക് ഓരോട് പറയാനുള്ളത്. പക്ഷെ എയിംസ് കഴിഞ്ഞ ഒരാൾ ട്രേഡിങ് ചെയ്യാന്ന് പറയുമ്പോൾ ആർക്കും പിന്നെ അതിൽ മറുപടി ഒന്നും പറയാനുണ്ടെങ്കിൽ എന്താണ്, എൻട്രൻസ് എഴുതിയിട്ട് എനിക്ക് മാർക്കല്ലോ ഉണ്ടോ ആൾക്കാരല്ലോ, എയിംസ് കിട്ടാത്ര പണിയുണ്ടെന്ന് അറിയാലോ. എയിംസ് MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ ആള് ജോലിയൊക്കെ വിട്ടിട്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആകെ എന്താ പറയുക വണ്ടർ അടിച്ചിട്ട് അവനോട് ചോദിച്ചു, പിന്നെന്തിനാ ഞാൻ എയിംസിക്ക് പോയത്? അവനോട് പറഞ്ഞു ഞാൻ എയിംസ് പോയി, പിന്നെ എനിക്ക് തോന്നിയത് വേണ്ട. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരെ MBA എടുത്തിട്ട് വേറെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് താമസം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് റൂം നോക്കാൻ പോയി. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്താ പണി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറാണ്. അപ്പോൾ എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യില്ല, ഞാൻ ബിസിനസ്സാണ് ചെയ്യണം. അപ്പോൾ അയാൾ എന്നോട് ചൂടായിട്ട് ഈ എന്തിനാണ് പിന്നെ MBBS പഠിച്ചത്? ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്, MBBS ആണ് പഠിക്കും, വക്കീലാവാൻ പഠിക്കും, എന്നിട്ട് പോലെ ആ പണി എടുക്കൂല, വേറെ പണിക്കാണ് പോണത്. എനിക്ക് അയാളോടുണ്ട് ഫ്രസ്ട്രേഷൻ കയറി. മൂപ്പര അവിടെ വെറുതെ ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ വെറുതെ കുത്തിറക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോക്കിയാണ് മൂപ്പര പരിപാടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ആൾക്കാരെ മെൻറ്റാലിറ്റി. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഇത് ഞാൻ എല്ലാവരോടും പറയണേ, അപ്പം നിങ്ങൾ MBBS അല്ല ഇനി എന്ത് പഠിച്ചാലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണോ, അത് നമ്മളെ സ്കില്ല് എവിടെയാണോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്നല്ല. അപ്പം ഞാൻ MBBS പുറത്ത് പോയി പഠിച്ചുകൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. മാത്രമല്ല എനിക്ക് വെറും ഇൻ്റർനെറ്റും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ലോകത്ത് ഓടിയും പോകും. എനിക്ക് ഒരാളടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. 10-35 രാജ്യങ്ങളിൽ പോയത് ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ രീതിയിലല്ല. ഒരാളും എനിക്ക് വിസ എടുത്ത് തന്നിട്ടില്ല, ഒരാളും എനിക്ക് ഇൻവിറ്റേഷൻ തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല.
ഞാൻ സ്വന്തമായി വിസ എടുത്ത് സ്വന്തമായി ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ ടിക്കറ്റ് പോലും ഞാൻ തന്നെയാണ് എനിക്ക് ഓരോ കണക്ഷൻ ഓരോ രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തേക്ക് ഞാൻ തന്നെയാണ് എന്ത് ചെയ്തത് എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ ഉള്ള ഒരാളെ കൊണ്ട് നടക്കുമോ? നടക്കൂല. പക്ഷേ നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നാട്ടിൽ MBA പഠിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് കോഴ്സിന് പോയിട്ടോ ഒന്നും കാര്യമില്ല. അത് നിങ്ങളെ അബ്രോഡ് പോയി പഠിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. അല്ല, അബ്രോഡ് പോയി പഠിക്കണ്ട, അബ്രോഡ് വർക്ക് ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ മതി, അവർക്കും നടക്കും. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ അവരുടെ ഒരു സമയം ബാധ്യതകളായിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ ടീനേജിലാണ് പോണത്. ഇപ്പൊ ഞാൻ പോണത് പറഞ്ഞാൽ എനിക്ക് 18 വയസ്സ് 17 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പോണത്. ആ സമയത്ത് എനിക്ക് വേറെ ബാധ്യതകളില്ല, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സമയമുണ്ട്, എനിക്ക് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പോണതും നമ്മൾ ഒരുപാട് ബാധ്യതകളായിട്ട് പോകണമെന്ന് തമ്മിൽ വലിയ മാറ്റം. അപ്പോൾ നമ്മൾ ആ ഒരു ചെറുപ്പകാലത്ത് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയം ബാക്കിയാണ്. നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ബാക്കിയുണ്ട് ആ കണക്ഷൻസ് യൂസ് ചെയ്യാനും. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് രണ്ടാളും സംസാരിച്ചപ്പോൾ ഞാൻ വന്നിട്ടായി. കാരണം ഈ അതിൽ ഓൾറെഡി എന്തോ 1-2 പരിപാടികൾ നിങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്നുണ്ട്, ഒരു ടീഷർട്ടിൻ്റെ പരിപാടിയൊക്കെ. അത് എന്താ വെച്ചാൽ അതാണ് ശരിക്കും എന്താ പറയുക നമുക്ക് വേണ്ട ഒരു സാധനം. അതായത് നിങ്ങൾക്ക് വേണ്ട പോക്കറ്റ് മണിയും നിങ്ങൾക്ക് വേണ്ട സംഗതികളും നിങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ രീതിക്ക് ചിന്തിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഈ പാരൻസിൻ്റെ കൺസേൺ പോലെ തന്നെ കുട്ടികളും ആ രീതിയിൽ ഒതുങ്ങും. അതാണ് അതിലൊരു. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞ ഒരു ഇപ്പോൾ MBBS കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഇതാക്കുക. ഇതൊരു സിമ്പിൾ സംഭവമാണല്ലോ, ഇത് ഞങ്ങൾ ഡെയിലി ചെയ്യണല്ലേ. പക്ഷെ അതല്ല, ഇവിടെ നാട്ടിൽ പഠിച്ച ഒരു കുട്ടിക്ക് MBBS കഴിഞ്ഞ് കോളേജ് ലൈഫ് കഴിഞ്ഞ് അയാൾ പഠിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നുക. സ്വന്തമായിട്ട് റൂം. ഇതിൽ വേറൊരു സംഗതി എന്താ, സ്പൂൺ ഫീഡിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് അവിടെ സ്പൂൺ ഫീഡിംഗ് ഇല്ല. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് കഴിക്കാം, അല്ലെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയോ ഇല്ല. ഓൽക്കൊന്നും ചെയ്താലല്ല നമുക്ക്. സത്യം. നമുക്ക് ഒന്നുകിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇതിൻ്റെ ഒരു വിഷയം എന്താ പറയുക, പല കുട്ടികളും ഈ സ്പൂൺ ഫീഡിംഗ് എന്ന് വന്നിട്ട് ഇനീഷ്യലി ഒരു കൺട്രിയിൽ വന്ന് ഇറങ്ങുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, അതായത് കുറേ കുട്ടികൾ ഇപ്പോൾ നമ്മൾ അബ്രോഡ് കൊണ്ടുപോകുമ്പോൾ അതിൽ 95% അല്ലെങ്കിൽ 90% കുട്ടികളും ഓക്കെ ആയിരിക്കും. പക്ഷെ 10% കുട്ടികളുണ്ടാവും ഭയങ്കര പാമ്പർ ചെയ്ത് അങ്ങനെ സിക്നസ്. മാത്രമല്ല അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ്, ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഈ പാരൻസിനും ഈ കുട്ടികൾക്കുമാണ് പ്രശ്നങ്ങൾ വരാതെ. ഇവരാണ് നമ്മളെ വിളിച്ചിട്ട് പറയുക ഡോക്ടർ അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിട്ട് ഓരോ സംഗതികൾ നമ്മളടുത്ത് സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സ്പൂൺ ഫീഡിങ്, പക്ഷെ അവരും എന്താവുകയാണ് കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ആവും. ആ ഒരു ഇനീഷ്യൽ കാര്യത്തിൽ അവർക്ക് ആ ഒരു ഇനീഷ്യൽ ടൈമിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. വിഷ്ണുക്കെ എങ്ങനെ ഇപ്പോൾ ചേഞ്ച് ആയോ? ഫുൾ എന്താണ് അവസ്ഥ? ഞാൻ ഇപ്പോൾ പഴയ മരത്തന്നെ. അപ്പൊ ഈ ആദ്യം ഉഷാർ ചെയ്യുന്ന പറഞ്ഞേ? അല്ല, ആദ്യം ഉഷാറല്ല, അതാ നിങ്ങളെ മോശത്തിലാട്ടത്. ചേഞ്ച് ആയിട്ടുണ്ട്, ഞാൻ പറയാം അവന്റെ പകരം. ഓൻ സംഭവം ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം സംസാരിച്ചു തുടങ്ങാത്ത നമ്മൾ അദ്വൈത് വരെ ഇപ്പോ സത്യം അദ്വൈതൊക്കെ നല്ല അടിപൊളിയായിട്ട് മലയാളം പറയും. ഒരു ദിവസം ഞങ്ങളടുത്ത് വന്നിട്ട് എന്തോ മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു. എന്താ സാധനം എന്ത് സംസാരം അക്കത് പറ്റിയത്? അല്ല, ഞാൻ പണ്ട് അങ്ങനെ സൈലന്റാ, അങ്ങനെ ആരോടൊന്നും ലേക്കില്ലാത്ത പാവം, അങ്ങനെ മിണ്ടലൊന്നും അങ്ങനൊന്നുമല്ല. അമിതമായ മൗനം എന്താണ് നമ്മളെ ഒരു വീഡിയോ ഇട്ടല്ലോ, ആ മാന്യമായ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. അവര് കള്ളത്തിലൂടെ കൂടാരമാണെന്നാണ് എൻ്റെ ഒരു ഇത് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കഥ ഓർമ്മ തന്നത്. പക്ഷെ ഈ ക്യാമറ ഓഫ് ആക്കി അങ്ങനല്ല, എനിക്കറിയാം. അല്ല, അങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് ആരും പെണ്ണരാനൊന്നും പോയില്ല. അതുകൊണ്ട് ഇത് നേരത്തെ സംസാരിച്ചോ പോയാലോ അവ കിട്ടിയാലോ. അനക്കൊന്നും പറയാൻ എനിക്ക് എൻ്റെതായിട്ടൊരു അഭിപ്രായങ്ങളും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല, പഠിക്കുക പോരാ, ഫുള്ള് പഠിത്തം മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ബാക്കിയുള്ളവരെ കാര്യം അല്ല, അച്ഛനും അമ്മയൊക്കെ എന്താ പറയണ ഈജിപ്തിൽ പോയിട്ട്? അല്ല, അച്ഛനമ്മ ഈജിപ്തിൽ പോയില്ല. അല്ല, ഞാൻ പോയതിനെ കുറച്ച് ഒന്നും പറയല്ലേ, പഠിച്ചോ അല്ലെ ഇങ്ങോട്ട് വരണ്ട, പാസ്സായാൽ മാത്രം പോന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പകട് പോണില്ല, ഈജിപ്തൊക്കെ പോണേ. അപ്പോൾ അങ്ങനെ പോണ്. അമ്മൂമ്മള്ളോട് അവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇവന്റെ പരിപാടിക്ക് അമ്മൂമ്മനെ മുഴുവൻ കയ്യിലെടുത്തൊക്കെ കാണുന്നുണ്ട്. അമ്മൂമ്മന് പാവായതുകൊണ്ട് ഞാൻ മീറ്റ് ചെയ്താണ്.
അമ്മ പണ്ട് പാവ. ആ എനിക്ക് മനസ്സിലാക്കണേ. അന്ന് അമ്മൂമ്മനെ കൈക്കലെടുത്തിട്ടാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പോണെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല ഞാൻ അങ്ങനെ തന്നെയാ പോലെ. ഇവരെന്താ പറ്റിയത്? ഇപ്പൊ ഫുള്ള് ഇഞ്ചി മിഠായി ആണല്ലോ. റെഡിയാക്കോ. ഞാൻ അങ്ങനെ ഇനി വാ ട്രാക്ക് കയറി. അല്ല ഞാൻ അങ്ങനെ ഒന്നിലേക്കില്ല. ഈ ഒന്നിലേക്കും ഇല്ലാതെ ഇടയ്ക്ക് വരണ്ട, എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എന്താ പറയാ, ആ എന്താ പറയാ, അല്ലേക്കൊന്നും പറയാനില്ല, ഒക്കെ ഒന്ന് തന്നെ പറഞ്ഞു. എന്നോട് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചോദ്യം ചോദിക്കൂലേ ഡോക്ടേഴ്സ്? ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, ക്വിസ് ഒന്നും എടുത്തിട്ടില്ല. അതിന് 200 കുട്ടികളൊക്കെ ഉണ്ട് ക്ലാസ്സിൽ, അപ്പോൾ പിന്നെ അങ്ങനെ ചോദിക്കലൊന്നുമില്ല. ചോദിക്കില്ല. അപ്പോൾ ക്ലാസ് കയറിയാ ചോദിക്കും, ഏ? ക്ലാസ് കയറിയാ ചോദിക്കും. ആ കയറിയാ ചോദിക്കും, കയറിയില്ലെങ്കിൽ ചോദിക്കലൊന്നുമില്ല. ക്ലാസ് കയറൽ കുറവാണോ? അല്ല അങ്ങനെയല്ല, അച്ഛൻ കേരള കാണും, വീഡിയോ കാണും. അത് കട്ടായി കളിച്ചു. ആ പ്രാക്ടിക്കലിനൊക്കെ കയറിയാൽ മതി. പ്രാക്ടിക്കലാണ് അവിടെ അറ്റൻഡൻസ് കിട്ടണ മെയിൻ സംഭവം. അപ്പം അതിനൊക്കെ എന്തായാലും കയറാം. ഇത് ഈ അഡ്വൈസ് കുട്ടിക്ക് കൊടുക്കരുത്. ഇല്ല, അതിന്റെ ഭവിഷ്യത്ത് എന്താ നിനക്കറിയാലോ. അപ്പോൾ ക്ലാസ്സിലൊക്കെ നല്ലപോലെ കയറുക, നല്ലപോലെ പഠിക്കുക, ജയിക്കുക, പോരാ തന്നെ നമ്മളെ മെയിൻ ഉദ്ദേശം. ക്ലാസ് കയറുക എന്നുള്ളത് മസ്റ്റാ. യെസ്. പക്ഷെ ഇത് ക്ലാസ് കയറാക്കുക എന്ന് പറഞ്ഞാൽ കൈറോല് മാത്രമല്ല. ഞാൻ ഇപ്പോൾ എയിംസിത്തെ ഡോക്ടർ മൂപ്പരോട് സംസാരിക്കും. മൂപ്പരിൻ്റെ അടുത്ത് ഇതായിരുന്നത്, മൂപ്പര് ഭയങ്കര എത്തിക്സ് ഉള്ള ആളായിട്ട് ഫസ്റ്റ് മൂപ്പര് പറഞ്ഞല്ലോ, ആരും എനിക്ക് പ്രോക്സി ഇടരുതെന്ന്, പ്രോക്സി അറ്റൻഡൻസ് ഇടരുതെന്ന് മൂപ്പര് പറഞ്ഞു. മൂപ്പര് മാത്രം എന്ത് ചെയ്ത് ഈ ആ ഒരു സബ്ജക്റ്റ് ഫെയിലായി, അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട്. കാരണം മൂപ്പരെ കൂടെ തന്നെ ക്ലാസ് കയറാത്ത ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് പ്രോക്സി ഇട്ടിട്ട് ഈ പ്രോക്സി ഇടുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള കേട്ടോ. ഇതൊന്നും വലിയ സംഭവമാക്കിയിട്ട് ആരും പറയാതെ. അല്ല അതിപ്പോ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആരും, പ്രത്യേകിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ആരും വന്നിട്ട് ഈ പഠിച്ചണോ ഇല്ല ഒന്നും നോക്കാനൊന്നും ആരും വരില്ല. നമ്മൾ പഠിച്ചോ നമുക്ക് പാസ്സാവാം. അല്ല ഇപ്പൊ നമ്മളിപ്പം ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സാധാരണ സ്കൂളിലാണെങ്കിൽ ടീച്ചറിനോട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, അവർ ചെയ്യും. ഇത് ഡോക്ടർമാർ തന്നെ വന്ന് ലെക്ചർ എടുക്കുന്നുണ്ട്. അതിപ്പോൾ അബ്രോഡിനെ കുറിച്ചല്ല, എവിടെയാണെങ്കിലും ഇപ്പോൾ എവിടെയാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ ബ്രില്യൻ്റ് പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർമാർ പറയാറുണ്ട്, സാറുമാർ ഇങ്ങനെയാണ് ഉണ്ടാവുക, നിങ്ങൾ ഇവിടെ നിന്ന് എന്താ സാർ ഒന്നും കൂടി പറയുക ചോദിച്ചാൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞുതരും. പക്ഷെ അവിടെ പോയിട്ട് നിങ്ങൾ MBBS മെഡിക്കൽ കോളേജിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതേപോലെ അല്ല ചോദിക്കുകയാണെങ്കിൽ ചില സാറുമാർക്ക് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോവും. സ്വന്തം പഠിക്കാം. അല്ല ഇത് നമ്മളെല്ലാവരുടെ അടുത്തും പറയണതാണ്, സ്പൂൺ ഫീഡിങ് ഒരിക്കലും നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ഇവിടുന്ന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും നല്ലവർക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുക ഫോഴ്സ് ചെയ്തിട്ടൊക്കെ പഠിപ്പിക്കും. പക്ഷെ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല. അപ്പോൾ പല പേരൻസിൻ്റെയും വിചാരം എന്താണെന്നറിയോ, MBBS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആണെങ്കിലും നമുക്കതിന് നമ്മളെ ബാക്കിൽ ടീച്ചേഴ്സ് നടന്ന് ക്ലാസ്സിന് വരുന്നുണ്ടോ, പഠിച്ചോ കാര്യങ്ങൾ, പിന്നെ ബുക്ക് ഓരോ ലൈനും എടുത്ത് പഠിപ്പിച്ചതെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ PPTs ഉണ്ടാവുള്ളൂ. നമ്മൾ സ്വന്തം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു മെത്തേഡ്. അങ്ങനെയാണ്. അതിപ്പോൾ ലോകത്ത് നമ്പർ 1 യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ 1ാമത്തെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇനി ലാസ്റ്റത്തെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ആകെ സ്വന്തം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിൽ എക്സ്പോഷറും ക്വാളിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂവും അക്രിട്ടേഷനും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ MBBS പഠിക്കുന്ന ഒരാൾ ഇപ്പം MBBS ജോയിൻ ചെയ്യാറുണ്ട് തന്നെ കുറച്ച് വിവരമുള്ള ആൾ തന്നെ ആയിരിക്കും. അല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ കളിച്ച് നടന്ന് ലൈക്ക് അങ്ങനെ ഒരാൾ എന്താണെങ്കിൽ MBBS പറഞ്ഞൊരു സംഭവം കയറൂലല്ലോ. അല്ല ശരിയാണ്. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പം ഫാക്കൽറ്റീസിനാണെങ്കിലും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, സ്വന്തം പഠിക്കുകയാണെങ്കിൽ. അതാണ് അവരൊരു എന്താ പറയുക, ഒരു MBBS എന്ന് പറഞ്ഞ ഒരു പഠനവും അല്ല, ശരിക്കും ഒരു ലൈഫ്, അതൊരു വേറെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതെ, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. എടാ എന്താണ് വിഷ്ണു, എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് തിരിച്ചു പോണത് ഞാൻ 4ാം തീയതി. അപ്പം എനിക്ക് പിന്നെ അവിടുത്തെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അതായത് എനിക്കിപ്പോൾ കൈറോയിലാണ് പോകണമെന്നൊക്കെ പറയുമ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്തത്? അവിടെ എത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണല്ലോ. എന്താ പറയുക, ആദ്യം കുറച്ചൊരു ഇതുണ്ടായിരുന്നു റൂം എടുക്കണേനും. ആ ഒരു ഫസ്റ്റ് മന്ത് ആണല്ലോ വന്നതിൻ്റെ, അപ്പോൾ ആ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് താനെ റെഡിയായി, നമ്മളെ നിലത്തിലേക്ക് ഇറങ്ങി തുടങ്ങി, പിന്നെ അങ്ങനെ റെഡിയായി പോയി. അല്ല അപ്പോൾ എനിക്ക് എന്ത് ഒരു ഇപ്പം ഇവിടുന്ന് പോകുമ്പോൾ ഈ ഇങ്ങനെ MBBS വിദേശത്തെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകണത് എന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരോട് പറയുന്നുണ്ടാവും പുറത്ത് പോയി പഠിക്കണ്ട കേട്ടോ, ഇവിടെ തന്നെ കിട്ടുമോ നോക്കുന്നൊക്കെ പറയുന്നുണ്ടാവും ചില ആൾക്കാർ. അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും. നയ്യാണ് ലോകത്തിലെ MBBS പഠിക്കാൻ പോകണത് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അങ്ങനെ പറയാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ ഒരു 95% ആൾക്കാരോട് ചോദിച്ചു, എല്ലാവരോടും പറഞ്ഞാണ്. അല്ല ഞാൻ പോയതിൻ്റെ ശേഷം എല്ലാവരും പറയാൻ തുടങ്ങി.
അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, അങ്ങനെ ടാലി അല്ല അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് എന്താണ് അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് എന്താ പറയാനുള്ളത്? അങ്ങനത്തെ അനുഭവിക്കാണ്ട് പറയരുത്. ഏ അല്ല, അതിനെക്കുറിച്ച് അറിയാത്ത കാര്യം പറയാൻ നിൽക്കരുത്. അങ്ങനെ ഞാൻ അനുഭവിക്കാതെ പറയുന്നത് വേറെ അങ്ങനെയൊന്നും പറയില്ല. അനുഭവിക്കാത്ത കാര്യങ്ങൾ പറയുന്നതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പേടിക്കൂലേ? അതിനെ അപ്പം അതാദ്യം ഫീൽ ചെയ്യണം, നമ്മൾ എന്താന്നുള്ളത് മനസ്സിലാക്കണം, എന്നിട്ട് പറയാന്നുള്ളതാണ്. ഇപ്പം ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഈ പോയിണ്ടാവുമല്ലോ, കോഴിക്കോടൊക്കെ ഇല്ലേ, പോയില്ലേ? അപ്പം ഇതും കൈറോയും തമ്മിൽ എനിക്ക് എന്താ തോന്നിയത്? അങ്ങനെ എന്താണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയ സംഗതി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ കൈറോത്തെ മെഡിക്കൽ കോളേജിൽ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ. അപ്പം പുറത്തുള്ളത് തന്നെ സെയിമാണ്, ഏകദേശം സെയിമാണ്. ഇനി ഉള്ളിലത്തെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ മറ്റേ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ഇയർ. ഇപ്പം ലാബ് മാത്രമാണ്. ലാബ് മാത്രം. കടാവറൊക്കെ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ഡേ തന്നെ കടാവറാണ്. അതൊക്കെ യൂസ്ഫുൾ ആയോ? എന്താണ് അതിപ്പോൾ യൂസ്ഫുൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ MBBS? അതിപ്പം എല്ലാം നോർമലായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല, എല്ലാം ഒരേപോലെ ഇഷ്ടമാണ്. എല്ലാം ഒരേപോലെ. ബയോകെമിസ്ട്രിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. നല്ല തന്നെ. അല്ല, അങ്ങനെ ഇപ്പൊ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ എനിക്ക്, അതെന്താണ്? എല്ലാം ഡിഫിക്കൽട്ട് തന്നെയാണ്. എല്ലാം ഇഷ്ടമാണ് വെച്ചാൽ എല്ലാം ഇഷ്ടമാണ്, എല്ലാം ഡിഫിക്കൽട്ടാണ് വെച്ചാൽ എല്ലാം ഡിഫിക്കൽട്ടാണ്. അതിന് കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ട് പേഷ്യൻസ് നല്ല അടുത്തേക്ക് വരുമ്പോ ഇതാ വീഡിയോയിൽ കണ്ട വിഷ്ണു ഡോക്ടർ അതുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത്. ഇപ്പം പറയുകയാണെങ്കിൽ പഠിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ ബയോകെമിസ്ട്രിയാണ് കുറച്ച് ടഫായിട്ടുള്ളത്. ബയോകെമിസ്ട്രീൻ്റെ എല്ലാ ഭാഗമല്ല, ചില ഭാഗങ്ങൾ കുറച്ച് ടഫായിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചവരോട് ചോദിക്കണം അതിലെങ്ങനെയുണ്ട്. എനിക്ക് അനാറ്റമി ഇഷ്ടം. അനാറ്റമി ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ഇഷ്ടം. അപ്പം എങ്ങനെ അറിയില്ല, കാരണം ഇവരെ ക്ലാസ് തുടങ്ങണ മുന്നേ PDF അയച്ചു തരും. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ മുന്നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവരെ PDF ഭയങ്കര കംപ്രസ്ഡ് ആയിരിക്കും. കാരണം വായിച്ച സംഭവം പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ഒരു 200 പേജുള്ള ബുക്ക് മറിച്ച് ലാസ്റ്റ് എത്തിയാലും ഇവർ ഈ ഒരു 25 പേജുള്ള സാധനം പഠിച്ചു കഴിഞ്ഞാലും കണ്ടന്റ് തന്നെ പഠിക്കാനുള്ള ടേംസ് ആയിക്കോട്ടെ എല്ലാ സംഭവം. അതായത് ഒരു ബുക്കുകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നീട്ടി പരത്തി എഴുതിയിട്ടുണ്ടാവും. അത് പോയിന്റ് ആയിട്ട് അത് അറിയുന്നത് നല്ലതാണ്, അറിയാൻ എപ്പോഴും. പക്ഷെ ഞാനും സജസ്റ്റ് ചെയ്യുന്നത് അതാണ്, നമ്മളെപ്പോഴും പുസ്തകം കൂടി വായിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ തിയറി ബേസ് ഉണ്ടാക്കാൻ ടെക്സ്റ്റ് കൂടിയും വായിക്കണമെന്ന്. പക്ഷെ എല്ലാവർക്കും സമയം കിട്ടിക്കോളുന്നില്ല. എക്സാമിന്റെ ആ ഒരു ടൈം ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇവരെ ഈ ഒരു ഞങ്ങളെ ഡോക്ടർ ജലാൽ പറഞ്ഞിട്ട് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറെ ഡോക്ടർമാർ തന്നെ അവിടുന്ന് ബുക്ക്, അവിടുത്തെ യൂണിവേഴ്സിറ്റി ബുക്ക് തന്നെ കിട്ടും. അതിന്റെ അടിപൊളി ബുക്കാണ്. നമ്മളെ ഈ BD ചൗരേസിന്റെ ബുക്കില്ലേ, അതേപോലത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ബുക്ക് തന്നെ. എല്ലാ സംഭവങ്ങളും കറക്റ്റ് എന്തൊക്കെയാണ് മീനിങ്ങും അതിന്റെ വേർഡും എല്ലാം നമുക്ക് ഒരു നോർമൽ വലിയ ലിറ്ററസി വേണമെന്നില്ല, ഒരു നോർമൽ സാധാരണ ഒരു മനുഷ്യന് വായിച്ചാലും സംഭവം ക്ലിക്കാവും. ഇതാണ് അപ്പർ ലിംബ് ആയിക്കോട്ടെ, തൊറാക്സ് ആയിക്കോട്ടെ, എല്ലാം ഏതൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിലും ഏതൊരാൾക്ക് ഇപ്പോൾ ഓരോ PDF ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് അടിപൊളിയാട്ടോ. ഇപ്പോൾ ഇവർ PDF അയച്ചു തരുന്ന ടെലിഗ്രാമിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ PDF അയച്ചു തരും. അത് മാത്രം, അതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത എക്സാമിൻ്റെ സമയത്ത്. പിന്നെ ക്വസ്റ്റ്യൻസും അത് അടിപൊളി ഒരു ഇതാണ്. കാരണം ബാക്കി നമ്മൾ ഈ കുത്തിയിരുന്ന് പഠിച്ച് ഇത് വരുമോ അത് മറ്റേത് വരുമോ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട. ഇത് പഠിച്ചാൽ സംഭവം, കാരണം ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളിവിടെ നമ്മൾ ബയോകെമിസ്ട്രി ആണെങ്കിൽ നമ്മളെ എന്താ പറയുക BD ചൗരസിൻ്റെ ഇവിടെ പഠിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് സിംപ്ലിഫൈഡ് ആണ് കമ്പാരിറ്റീവ്ലി. ആ ഒരു ടൈപ്പ് തന്നെയാണ് അവിടെ. ഇപ്പം ബുക്കാണെങ്കിലും യൂണിവേഴ്സിറ്റി ബുക്കാണെങ്കിലും PDF ആണെങ്കിലും അത് തന്നെ. പിന്നെ എനിക്ക് ടഫായി തോന്നിയത് ബയോകെം തന്നെ. കാരണം അതിൽ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് വിഷ്ണുവിന് പറയാനുള്ളത്? പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആദ്യം മുതലുള്ള കാര്യങ്ങൾ? ഇപ്പോൾ ഒരു പുതിയ കുട്ടിയാണെങ്കിൽ വിഷ്ണു എന്തൊക്കെ അഡ്വൈസ് കൊടുക്കും? ഞാൻ പറയും, മൊഡ്യൂൾ എക്സാംസ് ഉണ്ടോ അതിൽ നല്ല മാർക്ക് വാങ്ങിക്കാം. മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ ഫൈനൽ എക്സാമിലേക്കും പ്രാക്ടിക്കലിലേക്കും ലേശം കഷ്ടപ്പെടും. പ്രാക്ടിക്കൽസ് നല്ല ഈസിയാണ്, ഈസി അല്ല, അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ അത് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സുഖമാണ്. മറ്റേ മൈക്രോബയോളജി ഹിസ്റ്റോളജി ഒക്കെ പരീക്ഷ വരുന്ന, ഹിസ്റ്റോളജി ഫസ്റ്റ് ഇയർ ഉണ്ടോ? മൈക്രോബയോളജി സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഹിസ്റ്റോളജിന്റെ പരീക്ഷയിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ ഓടിയിട്ട് ഇത്ര സമയത്തിലൂടെ തീർക്കണം സംഭവമുണ്ട്. ഇപ്പൊ ഇവര് ഞാൻ അറിയില്ല PDF കാര്യം. ആദ്യം നമ്മൾ ഏതൊരാളാണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നോക്കുമ്പോൾ എല്ലാം മറ്റേ പിങ്ക് കളർ 50 ഗ്രേഡ് ഫുള്ള് ഷെയ്ഡ്സ് ഓഫ് പിങ്ക്, അതെ ഫുള്ള് പിങ്ക് കളർ.
പൂക്കളാട്ടം, ഓണത്തിന് പൂക്കളാട്ടം ഒക്കെ ഉണ്ടാവും. അത് എക്സാമ്പിൾ പറയണത് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യണ കാര്യം. അപ്പോൾ ഇവരെ ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആരും പേടിക്കണ്ട. കാരണം ഇവരൊരു എക്സാമിന്റെ ഒരു 2 ദിവസം 3 ദിവസം മുന്നേ, ഒരു ദിവസം മതി ഇത് പഠിച്ചു തീർക്കാൻ. ഒരു PDF അയക്കും, ഒരു 5 പേജ് 6 പേജുള്ളത്. അതിലിപ്പോൾ സ്പ്ലീൻ ആണെങ്കിൽ, എക്സാമ്പിൾ സ്പ്ലീനോ അല്ലെങ്കിൽ ലിവറിന്റെ ഏതെങ്കിലും സ്ലൈഡ് ആണെങ്കിൽ ആ ഒരു ഷേപ്പ് ഒരു പറയും. ഇപ്പം ഏതെങ്കിലും ഒരു എന്താ പറയാ തൈറോയിഡിന്റെ ഒരു ഇതാ വിചാരിച്ചു, അതിന്റെ ഷേപ്പും അതിന്റെ കളർ എങ്ങനെയായിരിക്കും, പിന്നെ അതേപോലെ തന്നെ അത് കാണാൻ എങ്ങനെയായിരിക്കും, അതിന്റെ ഫോട്ടോയും അതിന്റെ ഷേപ്പും. ഇപ്പം നമ്മളിപ്പം ഒരു സ്കെൽട്ടൻ മസിൽ എടുക്കുകയാണെങ്കിൽ TSഉം LSഉം ഉണ്ടല്ലോ. അതിൽ TS നോക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ കട്ട 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 പോലും, LS കാണുമ്പോൾ കുറച്ച് വിട്ടിട്ടും കുറച്ചൊരു എന്താ പറയാ ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ഇതിനൊക്കെ ശരിക്കും ടെക്നിക്കലി കുറച്ചുകൂടി ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാം. എക്സാമിന്റെ ആ ഒരു എന്താ പറയുക ഇത് പറഞ്ഞതാണ്, അല്ലാതെ എക്സാമിന്റെ തലേന്ന് ഇത് കിട്ടല്ലോ അത് പഠിച്ചാൽ മതിയൊന്നും അത് റെഡി ആവില്ല. കുട്ടികൾ അങ്ങനെ ചിന്തിക്കുക, അത് ശരിയാവില്ല. പ്രാക്ടിക്കൽ ലൈക്ക് ഇപ്പം പ്രാക്ടിക്കൽ നടത്തണ എല്ലാ ദിവസവും മസ്റ്റായിട്ട് ക്ലാസ് കയറണം. ഇപ്പൊ പനിയാണ് വിചാരിച്ചോ, സാധാ ക്ലാസ്സുള്ള ടൈമിലാണെങ്കിൽ ഓക്കെ ലീവ് എടുത്ത പ്രശ്നമില്ല. മറ്റേത് പ്രാക്ടിക്കൽ ടൈമിൽ പനിയാണെങ്കിലും മാക്സിമം കയറാൻ നോക്കണം. കാരണം ചിലപ്പോൾ ആ ഒരു ടോപ്പിക് ഒന്നും എക്സാമിന് വരൂല. ഇപ്പൊ അതിവിടെ ആണെങ്കിലും ചില ടോപ്പിക് എക്സാമിന് വരൂല. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇത് എക്സാം വരൂലല്ലോ, ഞാൻ തലേന്ന് ഇരുന്ന് പഠിച്ചാൽ പോരെ, സുഖല്ലേ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിച്ച് തലേന്ന് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സാവും. പക്ഷെ 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് FMG എക്സാം എഴുതാനുണ്ട്. ആ ഒരു സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ബേസ് ഇല്ലാത്തൊരു പ്രശ്നം വരും. അങ്ങനെ തലേന്ന് ഇരുന്ന് പഠിച്ചാലുള്ളൊരു വലിയൊരു പ്രശ്നമാണത്. പിന്നെ ഈ കൈറോയിലിപ്പം ഈജിപ്താണ്, അപ്പം അവിടെ 95% ആൾക്കാരും അറബി സംസാരിക്കുന്ന ആൾക്കാരാണ്. പൊതുവേ നമ്മളിവിടെ പേരൻസിന് പല കൺസേണും ഉള്ളൊരു സംഗതിയാണ്, നമുക്ക് ക്ലാസ് എടുക്കുമ്പം ഡോക്ടേഴ്സ് അറബിയിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പല കൺസൾട്ടൻസികൾ കുട്ടികളെടുത്ത് പറയല്ലേ. ഈജിപ്ത് എടുക്കരുത്, കാരണം ഈജിപ്തിൽ ഇങ്ങനെ അറബിയിലാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഈജിപ്തിന് ഞാനിപ്പോൾ എനിക്കൊരു ലിസ്റ്റ് ഒരു പാരൻ്റ് അയച്ചു തന്നു. ഒരു കൺസൾട്ടൻസി അങ്ങനെ എഴുതിയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്താണ്. ഈജിപ്തിൽ അറബിയിലാണ് ക്ലാസ്, യുദ്ധം നടക്കുന്നതുകൊണ്ട് സേഫ് അല്ല ഈജിപ്ത്, പിന്നെ ഈജിപ്തിൽ ആളുകൾ ഭയങ്കര റൂഡാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം നമുക്ക് ആദ്യം അറബിമെന്ന് തുടങ്ങാം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് ക്ലാസ് എടുക്കാറുള്ളത് യൂണിവേഴ്സിറ്റിയിൽ? പ്യുവർ ഇംഗ്ലീഷ്, പക്ക ഇംഗ്ലീഷ്. ഇപ്പം അത് ഏത് ഡോക്ടർമാരാണെങ്കിലും ഇപ്പം പ്രാക്ടിക്കൽ ആയിക്കോട്ടെ മറ്റേ ലെക്ചർ ആയിക്കോട്ടെ ഇംഗ്ലീഷിലാണ്. പിന്നെ അറബി എടുക്കുന്നുണ്ട്, അത് അറബിക് ബാച്ച്. ഇപ്പം ഞങ്ങൾ നോൺ അറബിക് ബാച്ചിലാണ് കുട്ടികൾ വരെ. ഈ നോൺ അറബിക് ബാച്ചിൽ തന്നെ മിസറികൾ വന്ന് പഠിക്കുന്നുണ്ട്, മിസറി പറഞ്ഞാൽ ഈജിപ്ഷ്യൻസ് വന്ന് പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ഇതായിരിക്കുമല്ലോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാനുണ്ടാവും, ചില ആൾക്കാർ വിദേശത്ത് പഠിക്കുന്ന ഈജിപ്ഷ്യൻസ് ഉണ്ടെങ്കിൽ അതും നോൺ അറബിക് ബാച്ചിൽ വരാം. നോൺ അറബിക് ബാച്ചിൽ ഇതുവരെ ഞാൻ ഫസ്റ്റ് ഇയർ ഫുള്ളി ഇരുന്നത് ഇതുവരെ ഇംഗ്ലീഷിൽ തന്നെ എടുത്ത്. നിങ്ങളെ ക്ലാസ്സിൽ ഇപ്പോൾ നോൺ അറബിക് ബാച്ചിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്? ഇന്ത്യക്കാർ മാത്രമാണോ ഉള്ളത്? ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണുള്ളത്? ഈജിപ്ഷ്യൻസ് ഉണ്ട്, അവിടെയുള്ള ആൾക്കാർ തന്നെ ലോക്കൽസ്. പിന്നെ ഇന്ത്യൻസ് കുറേ ഉണ്ട്, പിന്നെ UK നിന്നുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, പിന്നെ ആഫ്രിക്കൻ സുഡാൻ അവിടെ ആ ഭാഗത്തു നിന്നുണ്ട്. ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ്. നമ്മൾ ഒരിക്കലും എന്താ അവിടെ പോയാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റാ എന്നുള്ള വിചാരിക്കണം. കാരണം ഈ GCC പഠിച്ച കുട്ടികൾക്ക് അവിടെ വന്ന ഒരു വ്യത്യാസം തോന്നില്ല. ഇപ്പം നോർമൽ ലൈഫ് സ്റ്റൈൽ ഇപ്പം അവിടെ എങ്ങനെയാണോ സെയിം അതേപോലെ തന്നെ. പിന്നെ ആരൊക്കെയാ പഠിക്കണേ? പിന്നെ നമ്മളെ ഫിലിപ്പൈൻസിൽ നിന്ന് കുട്ടികളുണ്ട്, ചൈനയിൽ നിന്നുണ്ട് കുട്ടികൾ. ഫിലിപ്പൈൻസിൽ കുറേ കുട്ടികളുണ്ടോ? ഒരു ഞങ്ങളൊരു ഫസ്റ്റ് ഇയറിൽ ഒരു 5-6 കുട്ടികൾ അത്രേ ഉള്ളൂ. പക്ഷേ ആൺകുട്ടികളോ പെൺകുട്ടികളോ? പെൺകുട്ടികൾ. അവരവിടെ വരാനുള്ള കാരണം എന്താണ്? അത് സംസാരിച്ചു ലൈക്ക് ഞാൻ UK-ലുള്ള ഒരു കുട്ടീനോട് UK സിറ്റിസണാണ്. സിറ്റിസനാ, അതൊരു ആണാ. എന്താ വെച്ചാൽ ഇവര് മെയിൻലി എന്താ നമ്മുടെ വേൾഡ് വൈഡ് റാങ്കിങ് നോക്കിയിട്ടാണ്. ആ കുട്ടി പറഞ്ഞ ഒറ്റ റീസൺ അതാ, വേൾഡ് വൈഡ് റാങ്കിങ്ങും പിന്നെ കഡാവർ യുകെയിലില്ല. ഇല്ല, അവിടെ സിലിക്കൺ ബോഡി ആണല്ലോ മെയിൻലി. ഫിലിപ്പൈൻസിലുള്ളൊരു സംസാരിച്ച് നോക്കിയിട്ടില്ല അതുവരെ? ഇല്ല. കാരണം ക്യൂരിയോസ്, ഞാൻ അവിടെ പഠിച്ചുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നത്. എനിക്ക് തോന്നുന്നത് വേൾഡ് റാങ്കിങ് തന്നെയാണ്. അപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള യൂറോപ്യൻസ് അവിടെ വന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയണത് എന്താ അറിയോ, ഇത് ഞാനിപ്പോൾ ചോദിച്ചതെന്ന് വെച്ചാൽ ആൾക്കാരെ വിചാരം നമ്മൾ ഇന്ത്യയാണ് ഭയങ്കര സംഭവം. ഇന്ത്യയിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്ന് ഒന്നുകൂടെ പഠിക്കാൻ സീറ്റില്ല എന്നുള്ളതൊരു വിഷയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മെഡിസിൻ പഠിക്കാൻ ഇന്ത്യ ഇതുവരെ ആരും ഓപ്റ്റ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് കൈറോയിൽ ഇപ്പോൾ നിങ്ങൾ യൂറോപ്യൻസ് ഉണ്ട്, UK-യിലുള്ള ആളുകൾ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ അവിടെ ഉണ്ട്.
പിന്നെ ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഫിലിപ്പൈൻസിൽ നിന്നുള്ളവരൊക്കെ ഇപ്പോൾ സ്കോളർഷിപ്പ് ബേസ്ഡിൽ വരുന്ന ആൾക്കാർക്കും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം അവർ കേരള യൂണിവേഴ്സിറ്റി പല ആൾക്കാർക്കും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബേസിൽ ചിലപ്പോൾ വന്നിരിക്കും. അപ്പോൾ ഈ സേഫ്റ്റീൻ്റെ കാര്യമുണ്ടല്ലോ, പിന്നെ എല്ലാവരും പറയുന്നത് റൂഡാണ്, മിസീരിയൽ റൂഡാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് ഇവൻ്റെ നിൻ്റെ അച്ഛനാ ചോദിച്ചു തോന്നുന്നത്. കാരണം ഇവർ മറ്റേ ദുബായിലുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. ഇവർ അമ്മൂമ്മനെയും കൂട്ടി വന്നു. അമ്മൂമ്മ ഇവിടെ ഉള്ള ആളായതുകൊണ്ട് അമ്മൂമ്മക്ക് മിസീരിയൽ അറിയില്ല. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് എന്താ തോന്നിയത്. മിസീരിയൽ റൂഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഇതേ ഫീലിംഗ് ഉണ്ട്. ഞാനിപ്പോൾ സൗദിയിൽ പോയ സമയത്ത് ചില മിസീരിയലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ റൂഡാണ്. പക്ഷെ ദുബായിൽ ഞാൻ അത്ര മിസീരിയലായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഡോക്ടർമാരായിട്ട് കുറേ ദുബായ് ഹോസ്പിറ്റലിലൊക്കെ കുറേ ഈജിപ്ഷ്യൻ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിസറികൾ റൂഡാണോ ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് പറയാം, ഫിലിപ്പൈൻസ് എന്തിനാ അങ്ങനെ വേറെ ആൾക്കാർ എന്തിനാ അവിടെ വന്ന് പഠിക്കാനുള്ള മെയിൻ റീസൺ ഒന്നിങ്ങനെ കഡാവറിൻ്റെ അവൈലബിലിറ്റിയും പിന്നെ വേൾഡ് റാങ്കിങ്ങും, പിന്നെ പറഞ്ഞത് മെയിൻലി നമ്മളെ പ്ലാബും USMLU ആ മെയിൻ സെൻ്ററാണ് നമ്മളെ കൈറോ യൂണിവേഴ്സിറ്റി. പിന്നെ ഉള്ളത് അവർ ഹോം കൺട്രി ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ച ഒരു കുട്ടിക്കാണെങ്കിൽ പ്ലാബ് എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ അതിനുള്ള ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ സെൻറ്റർ ഉണ്ടോ അവിടെ പഠിക്കാൻ. അവിടെ ആണെങ്കിൽ അവിടെ മെയിൻ സെൻറ്റർ ആയതുകൊണ്ട് ഒന്നത്. പിന്നെ മിസറികൾ റൂഡാണോ ചോദിച്ചാൽ കൂടുതൽ MRCP ആണ് കോൺസെൻട്രേറ്റ് ചെയ്യണത് കൈറോയിൽ. പ്ലാബ് എന്നുള്ളതല്ല, PG കയറുമ്പോൾ MRCPക്ക് അവിടെ സെൻറ്റർ ഉണ്ട്, അവർ തന്നെയാണ് കണ്ടക്ട് ചെയ്യണത്. അതാണ് ഒന്നുകൂടെ കൂടുതലായിട്ട് ആൾക്കാർ. അതെ. അപ്പം മിസറികൾ റൂഡാണോ ചോദിച്ചാൽ ഇതുവരെ എനിക്ക് ഞങ്ങളൊരു ഇതെന്താ വെച്ചാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മളൊരു ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ, ഞാൻ ഒരു പൈസ ഇല്ലാതെ നമ്മളിപ്പോൾ ഒരു വെള്ളം വാങ്ങാൻ വേണ്ടി പോയി വിചാരിച്ചു. ഒന്നാമത് നമ്മൾ ഇന്ത്യൻസാണ്, അവർക്ക് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. അവർ മെയിൻലി മറ്റേ ഗോൾഡ് പറഞ്ഞിട്ടുള്ള ചാനലാണ് കാണാറ്. അമിതാഭ് ബച്ചൻ ആരെവിടെ പോയാലും, ഷാറൂഖ് ഖാൻ. മിസറികളും തമ്മിൽ റൂഡാണ്. അത് പക്ഷെ അവരുടെ കൾച്ചർ അങ്ങനെ കേട്ടോ. അല്ല അവര് ഭയങ്കര റൂഡ് മീൻസ് അങ്ങനല്ല, നമ്മക്കത് റൂഡായിട്ട് തോന്നുകയാണ്. ഓര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ച ഉണ്ടാക്കലും അടിക്കലും. അത് സംഭവം എന്താണ്, ഓരോ സ്നേഹപ്രകടനം അങ്ങനെയാണ്. നമ്മളെ ഇവിടുത്തെ മാതിരിക്കല്ല, ഓരോ ആ സൗണ്ട് ഉണ്ടാക്കണതും ഒച്ച ഉണ്ടാക്കണതും ഇതൊക്കെ. പക്ഷെ ചെക്കന്മാർ തമ്മിൽ അവിടെ നമ്മളായിക്കൂടെ പോകുമ്പോൾ അടിയുണ്ട്, അവർ നമ്മളെ മേത്തേക്ക് വരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടുകൊടുത്തോളം അധികം ആൾക്കാർ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഈ മിസ്സിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ അടുത്തിപ്പോൾ പൈസ ഇടപാട് നടത്താനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ എന്നല്ല അവിടെ പോകണം. നമ്മൾ പഠിക്കാനാണ് പോണത്. നമ്മൾ പഠിക്കുക, നമ്മളെ കാര്യങ്ങൾ ചെയ്യുക. നാട്ടുകാർ സപ്പോർട്ടാണ്. നമ്മളൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളെ സപ്പോർട്ടാക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമുക്ക് നല്ല വാല്യൂ തരുന്നുണ്ട്. ഇന്ത്യക്കാർക്കൊരു വാല്യൂ ഉണ്ട് അവിടെ. നമ്മൾ ചില രാജ്യത്ത് പോയാൽ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. അതെ, അപ്പം നമുക്ക് നല്ല വില തരുന്ന സ്ഥലമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈജിപ്തിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കൺട്രീസിൽ നിന്ന് കുട്ടികൾ, ഇപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്ത രാജ്യങ്ങൾ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞവർക്ക് സ്കോളർഷിപ്പിൽ വരുന്നത്, ചില ആൾക്കാർ ഇതിന് റാങ്കിങ് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ എനിക്ക് തോന്നുന്നത് ഈ ഒരു FMG എക്സാമാണ് എല്ലാവരും ഭയപ്പെടുന്നൊരു കാര്യം. നമ്മുടെ നാട്ടിലുള്ളൊരു ലൈസൻസിങ് എക്സാമിനേഷനാണ് ഭയപ്പെട്ടിട്ടാണ് ഇവർ നല്ലൊരു റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറാനുള്ളൊരു കാരണം. സത്യം പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് നിങ്ങൾ കൈറോയിൽ പഠിക്കുകയാണെങ്കിൽ. അതായത് നമുക്ക് ഇൻ്റർനാഷണലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റികൾ. ഇപ്പോൾ പിന്നെ കുട്ടികൾക്കുള്ള വലിയൊരു കൺസേൺ 7 വർഷം പഠിക്കണ്ടേ? നിങ്ങളും എൻ്റെ അടുത്ത് ചോദിച്ചാണ്. ഇപ്പം നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഇത് എന്താണ് മനസ്സിലായത്? ഞാൻ മെയിൻലി ഇപ്പം കഴിഞ്ഞ നീറ്റ് കഴിഞ്ഞ് 3 മാസം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പം ഇവിടെ ഇല്ലെങ്കിൽ പുറത്ത് 2 ഓപ്ഷൻ നമ്മൾ നോക്കി വെച്ചാൽ. അപ്പോൾ ഒരു ഓപ്ഷൻ ഞാൻ ജോർജിയ അവിടെ നോക്കി. പക്ഷേ എനിക്ക് ജോർജിയ എല്ലാവരും പോകുന്ന സ്ഥലമായതുകൊണ്ട്, പിന്നെ ജോർജിയയിൽ എന്തോ 9 കൊല്ലോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഞാൻ പിന്നെയും നോക്കിയപ്പോൾ പിന്നെ ഈജിപ്തിനെ കുറിച്ച് നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ആൾക്കാരിടുന്നത്. അപ്പം ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഈജിപ്റ്റ് എന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കാം, ഇപ്പം പോവാത്ത ഒരാളാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും മണ്ണും പിരമിഡും മാത്രമല്ല ഒരു തീവ്രവാദ രാജ്യം സെറ്റപ്പ് ഉണ്ട്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ യുദ്ധം, കത്തിക്കുത്തി, ഭയങ്കര പീസ്. അപ്പം ഈ അടുത്ത് നടന്ന വാറിന് പോലും ഞങ്ങൾക്ക് ഒന്നും എഫക്ട് ചെയ്തില്ല. ഫുഡിൻ്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. ആകെ ഞങ്ങളിപ്പോൾ ലീവ് ആയതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ അതും വലിയ പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പോകുന്ന 26-ാം തീയതി ആയിരുന്നു ഞങ്ങൾ പോകുന്നത്. 24-ാം തീയതി ആകുമ്പോഴത്തേക്ക് എല്ലാം അടിപൊളി കഴിഞ്ഞു. 7 കൊല്ലത്തിൻ്റെ ഞാൻ ഈജിപ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ
എനിക്കറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാം, മെയിൻലി 7 കൊല്ലമുണ്ട് ഇങ്ങനെയാണ്, പിന്നെ എന്തിനാ ഈ 7 കൊല്ലം എന്തിനാ അങ്ങോട്ട് പോയേ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തുകൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4.5 കൊല്ലം ആകുമ്പോഴത്തേക്ക് തീരൂരെ. ഇപ്പൊ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സമരം ഉണ്ടാവും, ബന്ദ് അത് ഇത് പറഞ്ഞിട്ട് ഒരു 5 കൊല്ലം കൂട്ടിക്കും. അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു MBBS ഇന്റേൺ പോലെ പോയിട്ട് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും പൈസക്ക് വർക്ക് ചെയ്യേണ്ടി വരും. സാലറി കുറവായിരിക്കുമല്ലോ ഇവിടെ. ഞാൻ മെയിൻലി ഈജിപ്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ 7 കൊല്ലം ഉണ്ടല്ലോ. ഈ 7 കൊല്ലം എന്താ വെച്ചാൽ മെയിൻലി 5 കൊല്ലം നമ്മളെ MBBSഉം പിന്നെ 2 കൊല്ലം നമ്മളെ 2 കൊല്ലം ഇന്റേൺഷിപ്പും. അതിൽ 2 കൊല്ലം ഇന്റേൺഷിപ്പിൽ എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ട് കൂടി ചെയ്യും. അതായത് ഇങ്ങനെയാണ് ഈജിപ്തിൻ്റെ ഇതിൽ പറഞ്ഞാൽ 5 വർഷം ക്ലാസ്, 1 വർഷം ഇന്റേൺഷിപ്പ്, ഗ്രാജുവേറ്റ് ആവും. ഗ്രാജുവേറ്റ് ആയിട്ട് 7ാമത്തെ കൊല്ലത്തെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ലൈസൻസ് കിട്ടാനുള്ള ഇന്റേൺഷിപ്പാണ്. അതായത് 2021 മുമ്പ് കയറിയ ആൾക്കാർക്ക് ഈ 7ാമത്തെ കൊല്ലം നിർബന്ധമില്ല. കാരണം അവർക്ക് ഈജിപ്തിൽ ലൈസൻസ് കിട്ടുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. കാരണം NMCൻ്റെ റൂളിൽ 5ാമത്തെ റൂള് 2021 ശേഷമാണ് വരുന്നത്. 2021 ശേഷം പോയ കുട്ടികൾക്കാണ് ഈ 7ാമത്തെ കൊല്ലത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനിയിപ്പോൾ 7ാമത്തെ കൊല്ലം ഉണ്ടെങ്കിൽ തന്നെ ഈ 2 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോകണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ 2 വർഷം ഡാറ്റ ഫ്ലോയിൽ അവർക്ക് ചെയ്യാം, എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാം. പിന്നെ അവർക്ക് ലൈസൻസ് കിട്ടണം ഒരു രാജ്യത്ത്. ഇപ്പോൾ നിങ്ങളൊരു രാജ്യത്ത് MBBS പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ FMG എക്സാം എഴുതാണ്. FMG എക്സാം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈജിപ്തിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം, അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ആ എക്സ്പീരിയൻസ് കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടുത്തെ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UAEക്കോ ഒക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ MBBS നമ്മൾ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി കുഹാസിലൊക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് കുഹാസ് എന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ 4.5+1 ആണ്. ഇതിപ്പോൾ UAE അക്സെപ്റ്റ് ചെയ്യണില്ല. UAEൻ്റെ പുതിയ PQR പ്രകാരം കുഹാസ് എന്ന് പഠിച്ചാൽ ഡാറ്റ ഫ്ലോ റിജക്റ്റ് ആവുകയാണ്. എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്, ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഞാൻ തരും. അതായത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ MBBS UAE എന്ത് ചെയ്യണില്ല, അബുദാബി ഓൾറെഡി PQR അപ്ഡേറ്റ് ചെയ്തു. അതായത് അവർ പറയുന്നത് 5+1 വേണമെന്നാണ് പറയുന്നത്. ഇന്ത്യ 4.5+1 ഉള്ളൂ. 5 ഇയർ കോഴ്സ് +1 ഇയർ ഇന്റേൺഷിപ്പ് വേണമെന്നാണ് UAEൻ്റെ റിക്വയർമെൻറ്റ്. പക്ഷേ ഇന്ത്യക്ക് 4.5+1 ഉള്ളൂ. അപ്പോൾ അതെന്തല്ല, വാലിഡ് അല്ല. അപ്പോൾ ഇതിപ്പോൾ UAE കൊണ്ടുവന്നാണ്. ഇനിയിപ്പോൾ നാളെ സൗദിയും ഖത്തറും ഒമാനും ഒന്നും കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലും NRIയിലൊക്കെ പഠിപ്പിക്കണ ആരാ, ഈ ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഈ MBBS പഠിപ്പിക്കുമ്പോൾ ഇവരെ പ്ലാൻ എന്താ, ഗൾഫിൽ മക്കളെ പോയിട്ട് വർക്ക് ചെയ്യണം. ഗൾഫിൽ മക്കൾ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ MBBS പഠിക്കുമ്പോൾ ഇത് വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ ഈ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവരെ പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിപ്പോൾ ഞാനൊരു മാർക്കറ്റിംഗ് പർപ്പസിന് ചെയ്യുന്ന വീഡിയോ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണം. നിങ്ങൾ UAEയിലുള്ള ആൾക്കാരാണോ, നിങ്ങൾ ഫോം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ സർക്കാർ ഓഫീസ് പോലെ റിപ്ലൈ ഇല്ലാത്ത ഓഫീസോ അല്ലെങ്കിൽ മെയിൽ അയച്ചാൽ റെസ്പോണ്ട് ഇല്ലാത്ത ഓഫീസോ ഒന്നല്ലല്ലോ. ഡയറക്റ്റ് നിങ്ങൾ വിളിച്ചോ, ചോദിച്ചോ എന്താണ് പുതിയ അപ്ഡേറ്റഡ് PQR. അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനെന്തെങ്കിലും മറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഞാൻ നാളെ വേറെ വീഡിയോ ചെയ്തു തരും. ഓക്കെ, ആരും എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. ഇന്ത്യയിൽ നിന്നുള്ള MBBS UAEയിൽ വാലിഡ് അല്ല എന്ന് പറഞ്ഞാൽ വാലിഡ് അല്ല. 4.5+1 UAE അക്സെപ്റ്റ് ചെയ്യണില്ല, അവർ 5+1 അക്സെപ്റ്റ് ചെയ്യണുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മക്കളെ നാളെ UAEയിലോ ഒക്കെ വർക്ക് ചെയ്യാനുള്ള, ഇതിപ്പോൾ ഇന്ന് UAEയിലാണ് വന്നത്, ഇനി അവിടെ യൂണിഫൈഡ് ലൈസൻസിങ് സിസ്റ്റം വരാൻ പോവാണ്. അതായത് ഓൾ ഗൾഫ് കൺട്രീസ് ഒറ്റ മെഡിക്കൽ ലൈസൻസ് എന്നുള്ള സിസ്റ്റം വരാൻ പോവാണ്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ റൂൾസ് ബാക്കിയുള്ള ആൾക്കാരോട് പിടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗൾഫിൽ പോയിട്ടാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ മലേഷ്യയും സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എവിടെ പോണത്, ഗൾഫ് കൺട്രീസിലാണ് അധികം പോണത്. നമ്മൾ യൂറോപ്പും UK എത്ര ശതമാനം ആൾക്കാരാണ് പോണത്. ഇനി ഈ UKയിലും ഇവിടെയൊക്കെ പോണ ആൾക്കാർ തിരിച്ച് വരാനുള്ള പോക്കല്ല പോണത്. ഗൾഫിലുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കി വരിക എന്നുള്ള സെറ്റപ്പിലാണ് പോണത്. അപ്പോൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ റവന്യൂ ഗൾഫാണ്. ഈ ഗൾഫ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇവിടെ NRIയിൽ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഗൾഫിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ പോലും എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. കാരണം നമുക്ക് ഇവിടെ MBBS പഠിച്ചാൽ എത്രത്തോളം സാലറി കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ മെയിൻലി നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ NRIയിൽ പഠിപ്പിക്കണോ അതോ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണോ എന്നുള്ളത് നോക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ
കൈറോന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ഇപ്പം അറബിക്കാണ് അവിടെ 90% എല്ലാവരും പറയണ്ടല്ലോ, ശരിയാണ്, 90% അറബിക്കാണ് അവിടെ പഠിക്കുന്ന ഒരാൾക്ക്. ഇപ്പോൾ എനിക്കായിക്കോട്ടെ വിഷ്ണുവിനായിക്കോട്ടെ ഇപ്പോൾ ഒരു സാധനം ഫസ്റ്റ് വീക്ക് പോയിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിപ്പോൾ ഏത് കൺട്രി പോവുകയാണെങ്കിലും ആ ഒരു ഇതുണ്ടാവും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങാൻ സുഖം അറബിയിൽ സംസാരിക്കാൻ. എന്താണെങ്കിൽ ഉറപ്പാണ് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ 6 കൊല്ലം കഴിഞ്ഞാൽ അറബിക്ക് ഫ്ലുവൻ്റ് ആവും. മെയിൻലി ഇപ്പോൾ ദുബായി പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മെയിൻലി ഉള്ളൊരു സംഭവമാണ് അറബിക്. ഇപ്പം അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്നതായിരിക്കും, പക്ഷേ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് പലതരത്തിലായിരിക്കും. ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ അറബിയിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ അറബി ഒരു പ്ലസ് ആണ്. അതെ, അത് എവിടെയെന്നറിയാം വരിക. ഇപ്പം ഞാൻ ഇത്തിഹാദിൻ്റെ ഒരു സ്റ്റാഫ് എനിക്ക് പരിചയമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യണോണ്ട് നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ വലിയ എയർപോർട്ടാണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ കുറേ നടന്നു പോകണം. അപ്പോൾ നമ്മൾ വിളിച്ചറിയുമ്പോൾ നമ്മളെ മറ്റേ വണ്ടി അവിടെ വന്ന് നിൽക്കും. ആ വന്ന് നിൽക്കും അവിടെ. നമ്മൾ പറയുന്ന ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പോൾ വന്ന് നിൽക്കും. അപ്പോൾ അവർ നമ്മളെ അടുത്ത ഗേറ്റ് കയറി കൊണ്ടുപോയി വിടും. അത് കുറേ നമ്മൾ പോയി പരിചയം അവിടെ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവരിൽ ഒരാളടുത്ത് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്തിഹാദിൽ കയറുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയണതിൻ്റെ കൂടുതൽ അറബി അറിയുന്നുണ്ടെങ്കിൽ 5,000 ദിർഹംസ് ശമ്പളം എക്സ്ട്രാ ആണ്. അതായത് 1,00,000 സാലറി മാറി. ഇതന്നെയാണ് ഇതിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവുക. കാരണം എല്ലാ നാഷണാലിറ്റിക്കും ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പോൾ UAE ആണെങ്കിലും UAE നമുക്ക് തോന്നണല്ല, ഈജിപ്ഷ്യൻസിന് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഈജിപ്ത് കുറച്ച് UAE കുറച്ചും കൂടി ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയും കമ്പാരിറ്റീവ്ലി. നിങ്ങൾക്ക് സൗദിയിൽ പോവുകയാണെങ്കിൽ സൗദിയിൽ അല്ലാണ്ട് എല്ലാവർക്കും അറിയില്ല ഇംഗ്ലീഷ്. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറബി കൂടി അറിയുന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ്. ഞാൻ പറഞ്ഞത് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പോണത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറബി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറിയിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഡോക്ടർക്ക് കിട്ടുന്ന സാലറിനേക്കാളും 40% 50% നിങ്ങൾക്ക് എക്സ്ട്രാ എന്തായാലും കിട്ടും. ഇത് ഉറപ്പാണ്. കാരണം എന്താണ്, നമ്മളെ മലയാളീസിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് ഇന്ത്യക്കാരാണ്. അത് ഇന്ത്യൻ്റെ MBBS പഠിച്ചുകൊണ്ടല്ല, നമ്മളെ പേഴ്സണാലിറ്റിയാണ്. നമുക്ക് റിസ്ക് എടുക്കണ അത്ര ലോകത്തായാലും റിസ്ക് എടുക്കില്ല. കാരണം ബാക്കിയുള്ളവർക്ക് ബുക്ക് അനുസരിച്ച് മാത്രമേ പോവുള്ളൂ. നമ്മളങ്ങനെയല്ല, നമ്മൾ ബുക്കിനപ്പുറത്തേക്ക് ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ആ ലോജിക്കാണ് നമ്മളെ ഇന്ത്യക്കാരത്. നമ്മളെ സംസാരം, നമ്മളെ അപ്രോച്ച്, അതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പോൾ ഒരു ഇന്ത്യൻ ഡോക്ടർ നല്ലൊരു റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയിൽ ആ പേഴ്സണാലിറ്റിയും കാര്യങ്ങളും അതിന് കൂടുതൽ ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലേക്ക്. പിന്നെ അത് മാത്രമല്ല പ്രിഫറൻസ്. ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞു, ഇപ്പോൾ 7 കൊല്ലത്തിൻ്റെ 2 കൊല്ലം എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞു. ഇപ്പോൾ ഞാനും വിഷ്ണു ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് പഠിച്ചത്. അവനാകെ 1 കൊല്ലം എക്സ്പീരിയൻസും എനിക്ക് 2 കൊല്ലം എക്സ്പീരിയൻസും ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് അറബിക്ക് അറിയാം. UAE ഇപ്പോൾ ഡോക്ടറാണ് അവിടുത്തെ മെയിൻ ആൾ വിചാരിച്ചോ. ഇവന് അറബിക്ക് അറിയില്ലെങ്കിൽ ഡോക്ടർ ആരെയും സെലക്ട് ചെയ്യാം, അറിയുന്ന ആളും പിന്നെ എക്സ്പീരിയൻസും. അതാണ് മെയിൻലി ഞാൻ നോക്കിയത്. കാരണം ഒന്ന് അറബി നമ്മൾ പൈസ കൊടുത്തിട്ട് അറബിക് ട്രെയിനിങ് ചെയ്തിട്ടോ വേറെ ക്ലാസ് പോയി പഠിച്ചിട്ടോ ആവശ്യമില്ല. ചിലപ്പം പഠിക്കാം, അറബി പഠിക്കാം, അതൊരു എക്സ്ട്രാ എഫേർട്ട്. പക്ഷെ ഇത് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കും, ഓരോ ലോക്കൽ വേർഡ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യണം മനസ്സിലാക്കും, ഓരെങ്ങനെയാണ് അറബിക് പറയണം മനസ്സിലാക്കും. ഇപ്പം ലൈക്ക് ഇപ്പം ഞാൻ സാറായിട്ട് മലയാളം പറയുന്നതുകൊണ്ട് എനിക്ക് നല്ല പറയാം. സാർ ഇപ്പോൾ ഒരു അറബി ആണെങ്കിൽ എനിക്ക് അറബിക്ക് അറിഞ്ഞാലേ മര്യാദയ്ക്ക് പറയാറ്റുള്ളൂ. അല്ലാതെ ഞാൻ അറബിക് ട്രെയിനിങ് ചെയ്തിട്ടോ ക്ലാസ്സിൽ പോയിരുന്നാലോ ഞാൻ പറയണേ ഓക്കെ വാട്ട് ഈസ് യുവർ നെയിം മാസ്മുക്ക്, ഇത് മാത്രമേ എനിക്ക് പറയാറ്റുള്ളൂ അല്ലേ. അതല്ല ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ഒരു മറ്റേ എന്താ പറയുക കൊളോക്കിയലായിട്ട് നമ്മളെ ആ സംസാരത്തിന്റെ ആ ഒരു സാധനം ഗ്രാമറൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കുക എന്നുള്ളത്. അതിപ്പോൾ ഒരു ഡോക്ടറിനിപ്പം ദുബായിലോ UAE പഠിക്കണ ഏതൊരു ഡോക്ടറിനും അത്യാവശ്യമായിട്ടൊരു സംഭവം. കാരണം പെട്ടെന്നൊരു പേഷ്യൻ്റ് ഇംഗ്ലീഷ് അറിയാത്തൊരു പേഷ്യൻ്റ് ആണ് വരുന്നത് വെച്ചാൽ, ഹലോ എടാ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാ, ഞാൻ അറബി അറിയുള്ളൂ, ഞാൻ നമുക്ക് അയച്ചുതരാം, അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇത് ഇപ്പോൾ നമ്മളിനി ഗൾഫ് കൺട്രീസിൻ്റെ കാര്യം വിടുക, നമ്മളെ നാട്ടിൽ തന്നെ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എന്താണ് പറഞ്ഞുതരാം, എല്ലാവർക്കും ഇത് അറിയുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ MBBS കഴിഞ്ഞു, കെയറോന്ന് കഴിഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടിൽ ഹെൽത്ത് ടൂറിസം ഇപ്പം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നമ്മൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് തന്നെ എത്ര ഹോസ്പിറ്റൽസ് ഇവിടെ ഹെൽത്ത് ടൂറിസം ചെയ്യുന്നുണ്ട് അറിയോ. ഇവിടെ വരുന്നത് അധികം അറബ് കസ്റ്റമേഴ്സാണ്. ബേബി മിംസ്, ഞാൻ പേര് പറയണമെന്നാണ്, ബേബി മിംസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ മുഴുവനും അറബ്, കോട്ടക്കൽ അൽമാസ്, ഇവിടെയൊക്കെ ഇവിടെയൊക്കെ അറബി കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സിന് ട്രാൻസ്ലേറ്റേഴ്സാണ്, അറബി പഠിച്ച ട്രാൻസ്ലേറ്റേഴ്സ്
ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നാളെ നിങ്ങൾ MBBS കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് അറബിക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള അറബി, അതായത് അവിടെ ലോക്കലി അറബി പഠിക്കണോണ്ട് അതുകൂടി ഫ്ലുവൻ്റ് ആണ്. നിങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ FMG ക്ലിയർ ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവാണ് ഇക്രയിലോ മിംസിലോ, നിങ്ങൾ പറയണ അറബി ഫ്ലുവൻ്റ് ആണ്, സെലക്റ്റഡ്. കാരണം എന്താണ്, അത് ആ ഒരു ടോപ്പ് ടീമിൻ്റെ കൂടെ നിങ്ങൾ എത്തും. കാരണം ഇവിടേക്ക് വരുന്നത് പനിയും ജലദോഷവും അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അലർജിക് ടൈപ്പ് ഓഫ് ഡിസീസിനല്ല അവർ വരുന്നത്. അവർ വരുന്നത് ഒന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പോലത്തെ ആ ഒരു ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പാർട്ടാകാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ ഹാർട്ടായിട്ട് റിലേറ്റഡ് കാർഡിയാക്ക് ആയിട്ടുള്ള ഡിസീസ് ആ ഒരു രീതിക്കുള്ള ഏരിയ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആൾക്കാർ പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഒരു MBBS കഴിഞ്ഞ ഒരാൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഹിസ്റ്ററിയൊക്കെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതും ഒരു അറബി പഠിച്ച ആൾ ചോദിച്ച് പറയണതും തമ്മിൽ മാറ്റം ഉണ്ടല്ലോ. ആ ഒരു ഇതിനും അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ നാട്ടിലും എന്തുണ്ട് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഗൾഫ് മാത്രമല്ല, നമ്മുടെ നാട്ടിലും ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്ക് ഹിന്ദിയും കൂടിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ നാട്ടിൽ നിങ്ങൾക്ക് അറബിയും കൂടി പഠിക്കുന്നത് ഒരു പ്ലസ് തന്നെയാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അറബി ലൈക്ക് അവിടെ ഡോക്ടർ പറഞ്ഞ പോലെ ദുബായിലോ UAE അല്ലാതെ ഇവിടെ ആണെങ്കിലും നല്ലൊരു ഇതാ സംഭവം. കാരണം ഒരു ലാംഗ്വേജ് പഠിച്ചേക്കണ എപ്പോഴും നല്ലതാണല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, അല്ല എനിക്ക് അറബിയും കൂടി അറിയാറുണ്ട്, ചിലപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചാൻസസ് കൂടുതലാണ്. അതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും കിട്ടും. വിഷ്ണൊക്കെ ഇത് ഇപ്പോഴാണ് മനസ്സിലാക്കണമെന്നാണ് അവൻ്റെ ഇരുത്തം കാണുമ്പോൾ. അറബി ഇപ്പം അറിയൂലെന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കോളേജസ് നമുക്ക് അറബി ക്ലാസ്സസ് തരുന്നുണ്ട്. അവിടുത്തെ കോളേജ് 3rd ഇയർ ആകുമ്പോഴേക്കും എല്ലാ ടീച്ചേഴ്സും പറഞ്ഞത് ഏകദേശം അറബി നല്ല ഫുള്ളായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് വന്ന് സംസാരിക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ട ക്ലാസ്സസും കോച്ചിങ്ങും അവർ തന്നെ തരുന്നുണ്ട്. പിന്നെ അതേപോലെ അത് ഞാൻ അറബി ഒരു പ്രശ്നമല്ലെന്നാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത്. വരുന്ന കുട്ടികൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലൈക്ക് അയ്യോ അവിടെ മൊത്തം അറബികളാണ്. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് അറബി അറിയില്ല, ഞാൻ ഇങ്ങനെ ഇപ്പോൾ സാധനം വാങ്ങാം. അനക്ക് ഇവനെന്താ വെച്ചാൽ നിങ്ങൾ ദുബായിൽ പോയതുകൊണ്ട് കുവൈത്തിൽ പോയതുകൊണ്ടും ഒരു അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവും. അതായത് മാത്രമല്ല നമ്മളെ കൂടെ നഫീസ് ഉണ്ട്. നഫീസ് ഉണ്ടായതുകൊണ്ട് പകുതി കാര്യങ്ങൾ കുഴപ്പമില്ല, നല്ല അറബി. പക്ഷേ ഇപ്പൊ അറബി അറിയുന്ന ആളില്ലെങ്കിൽ ഇപ്പൊ അറബി അറിയാത്ത ഒരാളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓരോട് ഇപ്പോ നിങ്ങൾ അത് ഞാനൊരു കാര്യം പറയട്ടെ, സത്യം എനിക്ക് അറബി സത്യം പറഞ്ഞാല് മറ്റേ സിനിമയിൽ ഇപ്പം പറഞ്ഞ അരിശേഷോകം പറഞ്ഞ മാതിരിക്കാണ്. എനിക്ക് വായിക്കാനും അറിയാം, എഴുതാനും അറിയാം, പക്ഷെ എനിക്ക് സംസാരിക്കാനും അറിയില്ല. ഉള്ള സത്യമാണ്. കാരണം അപ്പൊ പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം ഭക്ഷണം കഴിച്ച് പോകാനുള്ളത് ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യണേ സെറ്റ് ആയിക്കണേ. അത് എന്താന്ന് അറിയില്ല, അത് പെട്ടെന്നാവും. അത്ര അപ്പൊ അതൊരു വിഷയമല്ല. പിന്നെ എന്തൊക്കെയാണ് ഈജിപ്തിലെ എക്സ്പീരിയൻസുകൾ, വേറെ എന്തൊക്കെ എക്സ്പീരിയൻസുകളാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസുകൾ? ഈജിപ്തിൽ ഞങ്ങൾ പോയപ്പം ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ ഒരേ കോമ്പൗണ്ട്, ഒരു ഐലൻഡ് പോലെ ഒരു കോമ്പൗണ്ട്, മനിയൽ പറഞ്ഞ സ്ഥലത്ത്, കൈറോയിൽ, ഓൾഡ് കൈറോ. അവിടെ ആ ഒരു ഗേറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, പിന്നെ ക്യാൻസർ, ഓൺകോളജി, അങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെ ലെക്ചർ ക്ലാസ്സസും പ്രാക്ടിക്കൽ ക്ലാസ്സും എല്ലാം ആ ഒറ്റൊരു കോമ്പൗണ്ട് വലിയ. അത് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു പ്രത്യേക ഫീലിംഗാ. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എസ്തെറ്റിക് എനിക്ക് മനസ്സിലാവും, അവിടെ വന്ന ആൾക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഞാൻ വന്ന സമയത്ത് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ വന്ന കുട്ടികൾക്ക് തലകറക്കം അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഫുഡിന്റെ പ്രശ്നമാണോ അറിയില്ല. അപ്പം അങ്ങനെ അവരെ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ സീനിയേഴ്സ്, ഞങ്ങൾ കൂടെ ഇപ്പോൾ അവിടെ ഉള്ള സീനിയേഴ്സ് അടിപൊളിയാണ്. ഇവിടെ ഉള്ള മെയിൻലി റാഗിങ് ഉള്ളൊരു സംഭവം അവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എല്ലാ സീനിയേഴ്സും അടിപൊളിയാണ് അവിടെ ഉള്ള. അല്ല ഞങ്ങൾ അതന്നെ, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയാ കിട്ടിയത്. കാരണം എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഇങ്ങനെയാണ് പ്രശ്നം. എനിക്ക് സന്തോഷമായ കാര്യം എന്തായാലും, ഇപ്പം നിങ്ങൾ വന്നിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ എന്താ, ഇനി ഡോക്ടറെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇനി നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഇതിനോട് എല്ലാവരും നമ്മളെ കുട്ടികളൊക്കെ പറയുന്ന കാര്യം. അപ്പൊ അതാണ് നമുക്ക് എന്താ ഏറ്റവും വലിയ ധൈര്യം, നമ്മളെ തന്നെ കുട്ടികൾ അവിടെ ഉണ്ടാവുമ്പോൾ അത് നമ്മളെ പുതിയ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് എന്താണ് അവിടെ സപ്പോർട്ടാണ്. കാരണം നിങ്ങൾ ഓൾറെഡി അവർക്ക് അവിടെ ഉള്ള തറയും പരവതാദികളൊക്കെ വിരിച്ച് റെഡിയാണ്. ആദ്യത്തെ ഞങ്ങളെ ബാച്ച് പോയ മാതിരിക്കല്ലല്ലോ. ആദ്യത്തെ ഞങ്ങളെ ബാച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ബാച്ച് പോകുമ്പോൾ അത് വേറെ, നിങ്ങളതിനെ മുന്നേ പോയ 2 ബാച്ചുകൾ. അപ്പോൾ അവർക്ക് ഫസ്റ്റായിട്ട് പോകുന്ന ആൾക്കാരാണ്.
ആ ഒരു ഇത് ഇനി പോണ കുട്ടികൾക്ക് തീരെയും ഫീൽ ചെയ്യൂല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി അവിടെ ടീം സെറ്റ് ചെയ്ത് ഒരു ആർമി ഉണ്ട് അവിടെ, ഡോക്ടർ എക്സ്പെർട്ട് ആർമി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആർമി സെറ്റാണ് നമുക്ക്. ഇപ്പോൾ അവിടെ എന്താ ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യാതെ ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഇക്ക് അങ്ങനെയാണ് സംഭവം, അവിടെ അപ്പം വരാം, ഒറ്റ എൻ്റെ അവിടെ നിൽക്കുക, കാരണം അപ്പം വരും, ക്ലാസ് ആണെങ്കിലും വരും. ഇപ്പം ഏറ്റവും ഈ അടുത്ത എക്സാമിൻ്റെ സമയത്ത് നിബത്താത്ത വിളിച്ചിട്ടായിരുന്നു അതിലെ ഈ PDF പഠിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പോലില്ല, എനിക്ക് അയച്ചെന്ന് നല്ലൊരു PDF, അടിപൊളി PDF. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, അങ്ങോട്ട് വിളിച്ച് നിങ്ങളൊന്ന് പറഞ്ഞുതരുമോ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ, ഇതങ്ങനെയില്ല. നമ്മൾ നേരിട്ട് കണ്ടാ പഠിക്കില്ലേ, ഇങ്ങനെ പഠിച്ചാൽ മതി, അങ്ങനെ ഇതാക്കിയാൽ മതി. ഒരു റാഗിങ്ങോ സീനിയർ ആണെന്ന് നമ്മൾ തോന്നൂല. ഒരുമിച്ച് നടക്കുക, അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു റെഡിയാക്കും, നമ്മൾ ഒരുമിച്ചായിരിക്കും നടക്കുക. അപ്പോൾ ഞാനും ഇത് വിഷ്ണു ഇരിക്കണ പോലെ തന്നെ ആയിരിക്കും സീനിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക, അല്ലാതെ റെസ്പെക്റ്റ് വേണം അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് നടക്കാം. പിന്നെ എക്സ്പീരിയൻസസ് അറിയുമ്പം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പോയ സമയത്ത് അവിടെ സ്റ്റുഡൻ്റ് ID കാർഡ് പറഞ്ഞ സംഭവം ഭയങ്കര പവർഫുള്ളാണ്. ആ സാധനം കാണിച്ചാൽ നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്, ഏതെന്ത് ആണെങ്കിലും ഫ്രീ ട്രീറ്റ്മെൻറ്റ്. ഒരു ചില്ലറ പോലും കൊടുക്കണ്ട, ഒരു EGP പോലും കൊടുക്കണ്ട, കയറി പോവുക, എന്താ ഡോക്ടറെ കാണുക, പരിപാടി കഴിയുക, തിരിച്ചു പോവുക. ഒന്നും ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ ചിലവായില്ല. ഇപ്പോൾ പനിയാണെങ്കിൽ പോലും എന്താണെങ്കിൽ പോലും നമ്മൾ ഈ സ്റ്റുഡൻ്റ് ID കാർഡ് ഭയങ്കര ഇതാണ്. അപ്പോൾ അവിടെയുള്ള മെയിൻ സംഭവം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 to 5000+ ഡോക്ടർ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ് ഒരു ദിവസം വരാം. കാരണം ഇവിടെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ തന്നെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല, അതിനപ്പുറത്തേക്ക് കോഴിക്കോട് ഉണ്ടാവില്ല 5000. അതെ അവിടെ നല്ല തിരക്കല്ലേ, അതേപോലെ തന്നെ സെയിം ഇവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ രാത്രി ഒരു 12 മണിയാണ് തോന്നുന്നുണ്ട്, ആംബുലൻസ് വന്നിട്ട് പോലും കയറ്റില്ല. കാരണം അത്രയ്ക്ക് ഉള്ളിൽ അത്രയ്ക്ക് ആൾക്കാരാണ്. പുറത്തെ ആൾക്കാർ കൈ മുറിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക. അവിടെയുള്ള മെയിൻ സംഭവം എന്താ വെച്ചാൽ ഒരു ഭയങ്കര ഇടിച്ചാലും. പക്ഷെ ഏറ്റവും ഇപ്പം മിസറികൾ റൂഡാണോ ചോദിച്ചാൽ, ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന എന്താ വെച്ചാൽ ഒരു ട്രാഫിക്കിൽ ഒരു വണ്ടി നിർത്തിയിരുന്നു, ബാക്കിലൊരു വണ്ടി വന്ന് ഇടിക്കുന്നു, ഗ്ലാസ് പൊട്ടുന്നു, ബ്രേക്ക് ലൈറ്റ് പൊട്ടുന്നു, ഒരു കച്ചറ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും, നിർത്തിയിട്ട് എന്താണ് പറഞ്ഞിട്ട് ഫുള്ള് കച്ചറയായി എല്ലാവരും കൂടി കൂട്ടി ഇത് പോകുന്ന ആയം സോറി പറഞ്ഞ് പോയി, ഒരു ഇതുമില്ല. അങ്ങനെ എന്താ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഭീകര ഇതാ. കാരണം അവിടെ പോകുന്ന ഒരാൾ അവിടെ കയറണം. ഇപ്പം നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പോയാൽ എന്തായിരിക്കും, കൈ മുറിഞ്ഞ് കാല് മുറിഞ്ഞ് പൊള്ളിയിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ്, ഡോക്ടർ ആവണം, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കണം, ഇവരൊക്കെ എന്താ റെഡി ആക്കി എടുക്കണം എന്നുള്ളൊരു സംഭവം. പിന്നുള്ള എക്സ്പീരിയൻസ് റൂം തിരയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറും, മാറേണ്ട ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ആ റൂം തിരയാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ പോലും നല്ല രസമാണ്. ഞങ്ങൾ 4 ആളും കൂടി ഇങ്ങനെ നടക്കുക, അവിടുത്തെ മിസറികളോട് ഇങ്ങനെ സംസാരിക്കുക. ഓരാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ, ഇന്ത്യൻസ് ആയതുകൊണ്ട് ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, അത് ഇത് പറഞ്ഞിട്ട് ചായ വാങ്ങിച്ചു തരല്, ജ്യൂസ് വാങ്ങിച്ചു തരല്, അങ്ങനെ എന്താ മൊത്തത്തിലൊരു എന്താ റൂം തരാൻ വേണ്ടി പോണ ഒരു സംഭവം ഭയങ്കര എക്സ്പീരിയൻസാണ്. പിന്നെ ഈ നമ്മൾ ഈ ഓൾഡ് കൈറോ പറഞ്ഞ ഒരു ട്രഡീഷണൽ, ഒരു ഹിസ്റ്ററിക്കലാണ്, അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന തന്നെ ഒരു ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ അത് ദഹിക്കൂല. അതായത് അവർ പറയും ഒരു പഴയ സിറ്റി, അത് ഈ ആ സിറ്റിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണത്. നമുക്കത് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല. അല്ല, അത് മെയിൻലി ഇവർക്ക് ഫോറിനേഴ്സിനെ, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനാണ് സംഭവം. അവിടെ എല്ലാ തരത്തിലുള്ള ഇപ്പൊ നാട്ടിലെക്കാട്ടും അടിപൊളി ഡോക്കി പറഞ്ഞ ന്യൂ കൈറോ പറഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒരു മിനി ദുബായ്. കാരണം നമ്മളെല്ലാ കമ്പനീൻ്റെ ഷോറൂമുകൾ, കാറിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഷോറൂമുകൾ, അതേപോലെ തന്നെ ഫോണിൻ്റെ ആയിക്കോട്ടെ മാളുകൾ, മറ്റേ അൽ മുക്തേമിൻ്റെ മാളില്ലേ നമ്മുടെ ദുബായിലൊക്കെ ഉള്ള സിറ്റി സെൻറ്റർ, കാരിഫോർ, ലുലു എല്ലാം ഉണ്ട് അവിടെ. ന്യൂ കൈറോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ന്യൂ കൈറോ ആണെങ്കിൽ ഓൾഡ് കൈറോന്ന് 10 മിനിറ്റോ 20 മിനിറ്റോ ഊബർ വിളിച്ച് പോകാനുള്ള ദൂരേ ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും, ഒരു മാളിൽ പോകും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ലീവുള്ള ദിവസം. പിന്നെ ഈ ഓൾഡ് കൈറോ ഫസ്റ്റ് ഇറങ്ങുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇറങ്ങിയപ്പം എൻ്റെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ വെറും ഒരു തരിശുഭൂമി, ഒന്നുമില്ല. ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ ഇതിലിരിക്കുന്ന സമയത്ത് നോക്കുമ്പോ ഫുള്ള്
ഒന്നുമില്ല, ഫുള്ള് മണ്ണ്. ഞാൻ വിചാരിച്ചു പെട്ട്. എന്നോട് മറ്റേ ആടുജീവിതായി. ഡോക്ടറല്ല വലത്ത് ഭാഗത്തേക്ക് നോക്കിയിട്ട് ആകെ സ്തംഭിച്ചു പോയി അറിഞ്ഞോട്. ഫുള്ള് ആടുജീവിതം വൈബ് മറ്റേ അങ്ങനെ. പക്ഷേ അത് അടിപൊളിയാട്ടോ, ഒരു ഹിസ്റ്ററിക്കൽ പ്ലേസ്. കാരണം അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർക്ക്. ആ പിരമിഡിന്റെ ഒക്കെ ഏരിയ ആ ഈജിപ്തിൽ ഞാൻ ഒരു പ്രാവശ്യം കാർ എടുത്തിട്ട് പോയി. ഒരു ദിവസം നമ്മളവിടെ കാറുണ്ട് നമ്മളവന്. അപ്പോൾ കാർ എടുത്ത് പോയി. ഞാനിവിടെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് $200 ഫൈൻ വന്നിട്ട്. ഞാൻ ഏതോ ഹൈവേ കൂടെ, അന്ന് എൻ്റെ 2 കസിൻസും വന്നിരുന്നു. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആ പിരമിഡിന്റെ ഏരിയ കൂടെ കത്തിച്ചു പിടിച്ചു. അവിടെ ഒരു വലിയ റോഡ് ഉണ്ടല്ലോ. ആ സ്പീഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ക്യാമറ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിതുവരെ ദുബായിലൊന്നും ഫൈൻ കിട്ടിയില്ല. പക്ഷെ ഈജിപ്തിലേക്ക് $200 എടുത്തു. അതായത് ഏകദേശം നല്ല കുറേ ക്യാമറ അടിച്ചിക്കണല്ലോ. എനിക്കവിടെ ക്യാമറ ഉണ്ടോന്ന് പോലും അറിയില്ല. അവിടുത്തെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുമ്പോ തന്നെ കോമഡിയാണ്. അത് നല്ല സ്പീഡിൽ പോകാറുണ്ട് ചില ആൾക്കാർ. ആ ഏരിയ നല്ല ഫൈൻ തുടങ്ങിയിരിക്കണം അന്ന്. അപ്പോൾ അത് പക്ഷേ ഈജിപ്ത് നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ എല്ലായിടത്തും ഞാൻ പറയണം, ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ ഈജിപ്ത് എല്ലാവർക്കും അഫോർഡ് ആവില്ല എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ഒരു ഇത്. കാരണം എന്താ വെച്ചാൽ ഈജിപ്തിൽ MBBS ഇപ്പോൾ കൈറോയിൽ പഠിക്കണമെങ്കിൽ 55 lakhs ഉള്ളിൽ എന്തായാലും വരും. അപ്പോൾ പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നെഹദ ഉണ്ട്. നെഹദ 30 to 35 ലക്ഷം റുപ്യാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നെഹദയിലെ കുട്ടികൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെ തന്നെ മുഹമ്മദിനൊക്കെ നമ്മൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഓരും അവിടെ ഹാപ്പിയാണ്. ഈ പറഞ്ഞവർക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷറും കാര്യങ്ങളും. പക്ഷേ അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള. അല്ല, ഇവിടെ ഒരു സെൽഫ് ഫിനാൻസിങ് പഠിക്കാൻ വേണ്ടി റെഡിയായ കുട്ടികൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് എത്രയോ ഭേദം. ഇപ്പോൾ ലൈക്ക് ഇവിടെ എല്ലാം ഇപ്പോൾ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് പഠിച്ചിട്ട് ദുബായിലോ ഇല്ലെങ്കിൽ UK US ഏതെങ്കിലും, ഇന്ത്യ അല്ലാതെ വേറെ എവിടെയെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയിക്കോട്ടെ, വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഗേറ്റ് മാത്രമല്ല, ഇപ്പം ഒരു ഗേറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി മാത്രമുള്ള സ്ഥലം നമ്മൾ നോക്കില്ലല്ലോ. ചുറ്റും 360 ഫുൾ ഓഫ് അല്ല, ഇത് എന്തിനു മാത്രമുള്ളൂ MBBS മാത്രമാണ് ഇങ്ങനെ എല്ലാവരും നോക്കണുള്ളൂ. ശരിയാ. വേറെ കോഴ്സിനൊക്കെ എല്ലാവർക്കും പുറത്താണ് അടിപൊളി. ഇവിടെ MBBS മാത്രം ഇവിടെ ഭയങ്കര സംഭവം എന്നുള്ള. അല്ല, അത് കുറച്ച് തന്നെ മാറിക്കോളൂ. ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നടന്മാരായിക്കോട്ടെ. അല്ല, ഇത് എന്തൊരു സംഗതി അറിയോ, പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ MBBS പുറത്തു പോയി പഠിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. കുറേ കൺസൾട്ടൻസികൾ കുറേ ആൾക്കാരുണ്ട്. ഓർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ അന്തമൊന്നുമില്ല. ഒരാൾ കയറ്റി വിടും ഇവിടുന്ന്, അവിടെ ഒരേ ആൾക്കാർ കൊണ്ടുപോകും. എന്നിട്ട് ഓരോ കുറേ ബാഡ് എക്സ്പീരിയൻസുകൾ പറയും. ആ കാലം കഴിഞ്ഞു. ഇപ്പം എന്താ വെച്ചാൽ ഇത് കറക്റ്റ് തുറന്ന് കാണിക്കാൻ ഇപ്പോൾ ഞങ്ങളെ കയ്യിൽ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരാൾക്ക് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കലില്ല. ആ യൂണിവേഴ്സിറ്റി പോയി കണ്ട് മനസ്സിലാക്കി. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കും. കാരണം നമുക്ക് പറയാൻ പറ്റുന്നതിനെക്കാട്ടിലും എന്തുണ്ടാവും, ബെസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഡോക്ടർ സ്പെഷ്യലിംഗ്സ് ഒരു യൂണിവേഴ്സിറ്റിയാണ് കൊണ്ടുവരില്ല. QS വേൾഡ് റാങ്കിങ്, ഈ വേൾഡ് റാങ്കിങ് വെറുതെ കിട്ടില്ലല്ലോ. അപ്പോൾ ആ റാങ്കിങ് ഉള്ള ആൾക്കാർ ഇതൊക്കെ നോക്കിയിട്ടല്ലേ കിട്ടുന്നത്. അപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി, അതിനിപ്പോൾ ഈ കെയ്റോ എന്ന് മാത്രമല്ല, ഇപ്പോൾ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇനി ബഡ്ജറ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം ആ ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് പറയണുള്ളൂ. എന്താ ഇഷ്ടർക്ക് പറയാൻ ഇഷ്ടം ചിരിയുണ്ട്. എന്താ ആലോചിച്ചേ? ഇനി ആലോചിച്ചിട്ട് എന്താ പറയും, അതെന്താ പറയും ഈ ആലോചിച്ച എന്താ ക്യാമറ പറയാൻ പറ്റാത്ത എന്താ പശുവിന് വെള്ളം കൊടുക്കാത്ത ഇഷ്ടപ്പെടെ ഇരുന്നിട്ട് അതൊക്കെ പറയണേ. പശുവിന് വെള്ളം കൊടുക്കാണ്ട് സമയം കുറേ ആയി ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നാലേ പശു വെള്ളം കുടിക്കുള്ളൂ. ഈജിപ്ത് പോയിട്ട് തരാം അവന്റെ പശു വെള്ളം. ഇതെന്താ ആലോചിച്ച പറയും. ഇവ ക്ലാസ്സിലല്ലോ ശ്രദ്ധിച്ചോളിട്ട് അവരെ. ഇവ ഇടക്ക് വേറെ കൊടുക്കാൻ പോകുന്നുണ്ട്. പോഡ്കാസ്റ്റ് എടുക്കുന്ന ആള് വേറെ കൊടുക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളിപ്പം പുറത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്മാരായിക്കോട്ടെ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അവർക്കൊന്നും വയ്യാതായവരെ എങ്ങോട്ടാ പോവാ? പുറത്തേക്ക്. അപ്പോൾ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവാൻ പുറത്താ പോണേ, എന്നാ പൈസ വയ്യാതാവുമ്പോൾ മാത്രമല്ല പുറത്തേക്ക് പോണത്. അതൊരു കേസ്, ഒരു സിനാരിയോ. ഇവിടെ ജോലിക്ക് എടുക്കാൻ പോണേ പുറത്തേക്ക് തന്നെ. കേരളക്കാരൊക്കെ ഗൾഫിക്ക്, തമിഴ്നാട്ടുകാർ ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ സിംഗപ്പൂർ അങ്ങനെ പോകും. പഞ്ചാബ്, ഗുജറാത്ത്, ഡൽഹിയൊക്കെ കാനഡ, UK, യൂറോപ്പ് ആ വഴിക്ക് പോകും. അപ്പം നിങ്ങൾ ജോലി ചെയ്യാനൊക്കെ വേറെ രാജ്യത്തേക്ക് പോണ്. പഠിക്കാൻ UG തന്നെ വേറെ പല കോഴ്സുകളും പഠിക്കാൻ നിങ്ങൾ വേറെ പല വഴിക്കും പോണ്. MBBS മാത്രം പറയുമ്പോഴാണ്, കാരണം അതിൻ്റെ ബാക്കിൽ ഒരു വലിയ ബിസിനസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നീറ്റ് 23 ലക്ഷം ആൾക്കാരെ എഴുതിയത്. 23 ലക്ഷം ആൾക്കാരെ എഴുതിയിട്ട് ഈ വർഷം എന്താണ് 1.25 ലക്ഷം സീറ്റാണുള്ളത്. ഞാൻ ഒരു കാര്യം, നിങ്ങൾക്ക് നീറ്റ് എഴുതാതെ ഒരു ഫസ്റ്റത്തെ തന്നെ എഴുതിയിട്ട് പോകാമായിരുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ?
അത് കാരണം അല്ല ഫസ്റ്റ് നീറ്റ് ആവശ്യമുണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ആ. പിന്നെയാണ് മനസ്സിലായി നീറ്റ് ഉണ്ടെങ്കിലേ പുറത്ത് പോയിട്ട് ഇവിടെ അല്ല അങ്ങനെയല്ല പറഞ്ഞത്, അത് മനസ്സിലായി നീറ്റ് നിർബന്ധം ക്വാളിഫൈ ആവണം. പക്ഷെ നീറ്റിൽ സെക്കൻഡ് ഇപ്പൊ സെക്കൻഡ് എഴുതിനോ? ഇല്ല ഇല്ല ഈ ഫസ്റ്റ് എഴുതിയിട്ടുള്ളൂ? അല്ല ഞാൻ ഒരു പ്രാവശ്യം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അല്ല ഫസ്റ്റ് പ്ലസ് ടു ഇപ്പൊ എഴുതിയില്ല, എഴുതിയിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്തോ? പിന്നെ റിപ്പീറ്റ് ചെയ്ത് അതെന്തിനാ റിപ്പീറ്റ് ചെയ്ത്? ക്വാളിഫൈ ആയില്ല. ഫസ്റ്റ് ക്വാളിഫൈ ആയിട്ടില്ല. ക്വാളിഫൈ ആയില്ല. ഓക്കെ, അങ്ങനെയല്ല. അപ്പൊ എന്റെ കാര്യമാണ് നിൽക്കട്ടെ, ഞാൻ +2 എഴുതി. അനക്ക് അങ്ങനെ തോന്നി? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവനോ എന്തായാലും പോണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈ ആവണം. അപ്പൊ ആ ഒരു ബേസിലാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തോ 200 എന്തോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും പാരൻസ് എല്ലാവരും പറഞ്ഞു ഒന്ന് എഴുതി നോക്ക്, ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇപ്പം ഇത് കാണുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഇവൻ എന്തിനാ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, എന്നാൽ ഇവൻ അങ്ങോട്ട് നേരത്തെ പോയിക്കൂടെ, അവിടെ അത്ര അടിപൊളിയാണെങ്കിൽ. എനിക്കിപ്പം ഞാൻ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം വരെ എനിക്ക് ഈജിപ്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, പുറത്ത് പോണ കാര്യം ഞാൻ ആലോചിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് MBBS ഇപ്പം എന്തോ ഭാഗ്യത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ആ ഒരു ഭാഗം AI പറഞ്ഞ സംഭവം നല്ല രീതിയിൽ അടിപൊളിയായി പോകുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കാരണം നല്ലതല്ലേ. പിന്നെ ആലോചിച്ചാൽ പോരെ, കിട്ടിയില്ലെങ്കിൽ ആലോചിച്ചാൽ പോരെ MBBS അബ്രോഡ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 100% അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആരും അപ്പം തന്നെ. അപ്പം എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഫസ്റ്റ് +2 കഴിഞ്ഞ് ആ 200 മാർക്ക് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ട് എനിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് ആയിരിക്കും അടുത്ത, ഇപ്പോൾ സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് ആയിരിക്കും ഞാൻ ചിലപ്പോൾ പോയി ഇരിക്കേണ്ടി വരാം. നമ്മളിപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞാൽ അവർ പറയും ഇവ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ, ചീത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ഫസ്റ്റ് പോയ ഒരാൾക്ക് അവിടുത്തെ വെതർ, ചൂടുള്ള സമയത്ത് നല്ല ചൂടും തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പും. കാരണം ചൂടുള്ള സമയത്താണ് നമുക്കിപ്പോൾ നല്ല ചൂടുള്ള സമയം, അതാണ് അവരെ സമ്മർ വെക്കേഷൻ പറഞ്ഞിട്ട് അടുത്ത ഇയറിലേക്കുള്ള ബ്രേക്ക്, എക്സാം കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത്. നമ്മളിപ്പം എക്സാമിൻ്റെ കുറിച്ച് അറിയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ മൊഡ്യൂൾ എക്സാമിന് മാക്സിമം സ്കോർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളൊരു എക്സ്പീരിയൻസ്, ഞങ്ങൾ സീനിയേഴ്സ് അത് തന്നെ പറഞ്ഞു, മൊഡ്യൂൾ എക്സാമിന് മാക്സിമം സ്കോർ ചെയ്താൽ ഫൈനൽ എക്സാം നിങ്ങൾക്ക് കാല് നീട്ടിയിരിക്കാം. അതല്ല, കാരണം എന്താ വെച്ചാൽ ഫൈനൽ എക്സാമിന് ഇപ്പോൾ അനാട്ടമീൻ്റെ കേസ് ആയിക്കോട്ടെ, ഹിസ്റ്റോ ആയിക്കോട്ടെ, ഫിസിയോ ആയിക്കോട്ടെ, ബയോ ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, നമ്മൾ പ്രാക്ടിക്കൽ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു മിനിമം സംഭവം അറിയാം. കാരണം പ്രാക്ടിക്കൽ ഉള്ളതിന് കുറച്ചും കൂടി എക്സ്ട്രാ എഴുതിയെടുത്താൽ മതി. പക്ഷെ മൊഡ്യൂൾ എക്സാമിന് ഒരു 60% അബോ ഒരു 70%ഓളം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ടേക്കപ്പ് ചെയ്തിട്ട് റിട്ടേൺ എക്സാമിന് എഴുതിയെടുത്താൽ മതി. അതല്ല, മൊഡ്യൂൾ എക്സാമിന് നമ്മൾ കളിച്ച് നടന്ന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ എക്സാമിന് നമ്മൾ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും. റിട്ടേൺ എക്സാം കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. കാരണം മറ്റേത് നമ്മൾ MCQ ആണ്, ബബിളിംഗ് ആണ്, നമ്മൾ സാധാരണ നീറ്റ് ചെയ്യണ പോലെ. മറ്റേത് അങ്ങനെയല്ല, ഇവർക്ക് ആവശ്യമുള്ള സാധനം കണ്ടന്റ് എഴുതി കിട്ടണം. അത് കാരണം ഈസി ആയിട്ട് പാസ്സായി പോകാറ്റില്ല. ഇപ്പം എബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഈ എബ്രോഡ് പോയി പഠിച്ച കുട്ടിയല്ലേ, ഇവനൊക്കെ ഡോക്ടറെ കാണിച്ചാൽ ഇവന് മരുന്ന് അറിയോ എന്നുള്ള ഇതാക്കുന്ന അങ്ങനെ സുഖമായിട്ട് പാസ്സായി കിട്ടൂല. കാരണം ഈ പ്രാവശ്യം തന്നെ കുറേ കുട്ടികൾക്ക് സമ്മർ ഉണ്ട്. കാരണം പഠിച്ചാലേ കിട്ടുള്ളൂ. അത് നമ്മളെല്ലാവരുടെ അടുത്തും പറയണേ ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റുഡൻസിന്റെ ഡ്യൂട്ടി. പൈസ അയച്ചു കൊടുക്കലും ഇതൊക്കെ പാരൻസ് ചെയ്യണല്ലോ, അത് നമ്മൾ ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആ ഡ്യൂട്ടി അവർ ചെയ്യും. നമ്മളെ പണി എന്താണ്? പഠിക്കാൻ പോയാൽ പഠിക്കുക, കറക്റ്റ് ക്ലാസ്സിന് കയറി. ഞാൻ എല്ലാവരോടും പറയണതാണ്, നിങ്ങളൊരു എക്സാമോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ ഒന്നും സീരിയസ് അല്ലാണ്ട് എടുക്കരുത്. എല്ലാം സീരിയസ് ആണ് MBBSൽ. കാരണം ഇത് നമ്മൾ ഓരോ സ്ഥലത്തും ചെയ്യേണ്ട, ഓരോ സമയത്ത് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റിക്ക് ഈ കംപ്ലീറ്റ് ലോഡ് മുന്നിൽ വരും. ആ ലോഡ് മുഴുവൻ അവിടെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള റിസ്ക്. അത് എനിക്ക് എൻ്റെ ലൈഫിലുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ MBBS പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സബ്ജക്റ്റ് ഫെയിലാവും, അത് രണ്ടാമത് എഴുതിയിരിക്കലൊക്കെ നോർമലാണ്. പക്ഷേ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഇപ്പം ഫുള്ള് പാസ്സായിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, പക്ഷേ എല്ലാത്തവർക്കും അത് മനസ്സിലാവും. ഞാൻ പഠിക്കുന്ന സമയത്ത് നെഫ്രോളജിയിൽ ഞാൻ ഫെയിലായി. അത് ഫെയിലായെന്ന് വെച്ചാൽ ഞാൻ ടൈം കഴിഞ്ഞിട്ട് പേപ്പർ, അതായത് 2 മിനിറ്റ് പേപ്പർ കൊടുക്കാൻ ഡിലേ എന്ന് പറഞ്ഞിട്ട് ഡീനിൻ്റെ പേപ്പർ വാങ്ങിയില്ല. അങ്ങനെയാണ് ഞാൻ, അതായത് ഒരു എക്സാമിൻ്റെ പേപ്പർ ഒരു മാർക്ക് എടുക്കാനായിട്ടാണ് ഞാൻ ഫെയിലാവുന്നത്. 2% മാർക്കിലാണ് ഫെയിലാവുന്നത്. ആ ഒരു എക്സാമിൻ്റെ കൂടുതലൊക്കെ പാസ്സാണ്. അപ്പോൾ എൻ്റെ ടെൻഷനാണ് വെച്ചാൽ എല്ലാവരും നാട്ടിൽ വെക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പഠിച്ച് അത് ക്ലിയർ ചെയ്തിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഓരോരോ എക്സാമുകൾ എഴുതി കുറച്ച് മാർക്ക് വാങ്ങി ജയിക്കുന്നതിന് പകരം ഞാൻ ആ ഒരൊറ്റ എക്സാം ഉണ്ടല്ലോ, അതായത് രണ്ടാമത് റീടേക്കുള്ള ആ എക്സാമിൽ ഫുള്ള് ഇരുന്ന് പഠിച്ചിട്ട് അതിൽ ഞാൻ പാസ്സാവണം. മറ്റെന്താണ്, ഓരോ മൊഡ്യൂൾ പാസ്സായി ടോട്ടൽ ചെയ്തിട്ട് ഉള്ളതിൻ്റെ പെർസെൻറ്റേജ് പാസ്സായാൽ മതി. അല്ലാണ്ട് വരുമ്പോഴോ ആ ഒരൊറ്റ എക്സാം എന്ത് ചെയ്യേണ്ടി വരും?
ഫസ്റ്റ് തൊട്ട് ഫുള്ളി ഫുള്ളി ഇരുന്ന് പഠിച്ച് ഒറ്റ പേപ്പർ പാസ് ഓർ ഫെയിൽ അതിൽ നമ്മളെ ഇയർ തീരുമാനമാവണത്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് MBBS പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. കളി വേണം, നമ്മൾ ടൈം എന്താ പറയുക എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ വേണം. പക്ഷെ പഠനം വളരെ സീരിയസ് ആണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും, പിന്നീട് നമുക്ക് ടെൻഷനാവും, ഡിപ്രഷനാവും, ഇങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങൾ വരും. പിന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് മസ്റ്റാണ്. അതായത് അന്ന് എനിക്കിപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതായത് എനിക്ക് വേണ്ടി നാട്ടിൽ പോകാതെ നിന്ന ആൾക്കാരുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോകാതെ നിന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളപ്പോൾ ഡൗൺ ആവുമല്ലോ, ഓരോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് പായത് പ്രീവിയസ് ഇയറൊക്കെ വെച്ച് പഠിപ്പിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അതേപോലെ നമ്മളെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് MBBS വളരെ നിർബന്ധമാണ്. കാരണം ആ ഒരു ഇമോഷണൽ അവർക്ക് നമ്മൾ ആ ഇമോഷണൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവർ ഇമോഷണലി സപ്പോർട്ട് ചെയ്യേണ്ടി വരും. MBBS എന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ട് വരുമ്പം അത് ആ ടീമായിട്ട് തന്നെ കുട്ടികൾ ഒരുമിച്ച് ആ ഒരു സപ്പോർട്ടിൽ പോകുമ്പോൾ അത് വലിയൊരു ബേർഡനായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ വീടിൻ്റെ റെൻറ്റ് ഇപ്പം നമ്മളൊരു മാറി നിൽക്കാണ്, വിഷ്ണുവിനെ പറയട്ടോ, വിഷ്ണുവിനെ മുന്നാണ്ട് പറഞ്ഞോട്ടെ. റൂമിൻ്റെ റെൻറ്റ് ഭയങ്കര ഒരു വലിയ കേസാണ്. കാരണം നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു, ഹോസ്റ്റലല്ലാതെ PG ആയിട്ട് നിൽക്കുന്നുണ്ട്, റൂമിൻ്റെ റെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് പൈസ പോകും. പിന്നെ റൂമിന് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, ആ ഒരു സംഭവം. പക്ഷേ പോയാലും നമുക്ക് മെയിനിലുള്ളൊരു ഇതെന്താ വെച്ചാൽ ഇതിപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ റൂമിന് റെൻറ്റ് കൊടുക്കണം. ഇപ്പം പാരൻസ് ഒരു 10,000 പൗണ്ട് കാരണം $200 അയച്ചെന്ന് വിചാരിച്ചു. നമ്മളത് ആദ്യം തന്നെ പോയിട്ട് 10,000. 2 ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പം എബ്രോഡ് പോവുകയാണെങ്കിൽ 2 മൈൻഡ് സെറ്റ് ആയിട്ട് പോവാം. ഒന്ന് കളിച്ച് നടന്ന് ചില്ലാക്കിയിട്ട് നടക്കാം, ഒന്നില്ലെങ്കിൽ പൈസ ചിലവാക്കിയല്ലേ, അങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് ഏറ്റവും കൂടുതൽ. കാരണം പൈസ ചിലവാക്കിയല്ലേ, അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സംഭവം പാരൻസിന് തിരിച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും വേസ്റ്റ് ആവല്ലോ ഉള്ളൊരു മൈൻഡ് സെറ്റ്, അത് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വീട്ടിൽ പോയി വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ വീട്ടിൽ ഫുഡ് പ്രശ്നമില്ല, വീടിൻ്റെ റെൻറ്റ് കൊടുക്കണ്ട, ഇലക്ട്രിസിറ്റി ആ കുട്ടി കൊടുക്കണ്ട, എല്ലാം പാരൻസ് തന്നെ കൊടുത്തോളും. ആ കുട്ടി ഇപ്പോൾ ആവശ്യമുണ്ടോ, ഉപ്പ ഉമ്മ എനിക്ക് ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ അച്ഛാമ്മ എനിക്കൊരു ഡ്രസ്സ് വേണം, എനിക്ക് വാങ്ങിച്ചു ചോദിച്ചാൽ അതിന് മാത്രമേ ഒരു പൈസ ചിലവുള്ളൂ. ഇതങ്ങനെയല്ല, 10,000 ഒരു മാസം അയച്ചു തന്നാൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 4,500 പൗണ്ട് നമ്മൾ റെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു 500 പെർ പേഴ്സൺ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വൈഫൈ, അത് ബാക്കിയുള്ള ചിലവ് ഇപ്പോൾ ഫുഡ്. പിന്നെ ബാക്കി ഉണ്ടാവോ അറിയില്ല, ചില മാസം ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. ചില മാസം ഞങ്ങൾ ഈ റൂം റെൻറ്റും ഇടയ്ക്ക് പുറത്തുനിന്നും കുറച്ച് ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ലാസ്റ്റിലേക്കുള്ള ഒരു 5 ദിവസം മിണ്ടാണ്ടിക്കണെന്നറിയോ. ഇവന്റെ അച്ഛൻ എല്ലാം പേടിപ്പിച്ചു. പൈസ സൂക്ഷിപ്പെന്ന് സത്യങ്ങളൊക്കെ വിളിച്ചറിയാൻ മൂപ്പര് അവിടെ നിന്ന് വിളിക്കും. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഈ മിണ്ടാണ്ടിക്കണേൻ്റെ ഇത്. അല്ല, പൈസേൻ്റെ എന്താ വെച്ചാൽ ഇപ്പം നമ്മള് അവിടെ പോയൊരു 2-3 മാസം ലാസ്റ്റിലേക്ക് ഒരു 5-6 ദിവസം നമ്മൾ പെർഫെക്റ്റ്ലി പട്ടിണിയാവും. കാരണം എന്താ വെച്ചാൽ പൈസ നമ്മളെ കയ്യിൽ എത്തുന്ന ആ ഒരു സമയമാണല്ലോ. നമ്മൾ നാട്ടിൽ ഇത്ര കൊല്ലം പഠിച്ച നമ്മൾ പൈസേനെ കുറിച്ചേ നമ്മൾ തൊടാത്തൊരു സംഭവം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റില്ലേ പാരൻസിനോട് ചോദിക്കുന്നതിന്. അപ്പോൾ ഒരു 10,000 ഇപ്പോൾ അച്ഛങ്ങനെ ഒരു 1-ാം തീയതി പൈസ വയ്ക്കും. പിന്നെ ഒരു 5 ദിവസം 6 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ റൂം റെൻറ്റും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ ആകെ 2,000 റുപ്യ ഉണ്ടാവുള്ളൂ. വീണ്ടും പൈസ ചോദിക്കാൻ മടി ഉണ്ടാവില്ല, കാരണം ഒന്നാമത് ഇത്ര പൈസ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതാകുമ്പോൾ നമ്മൾ മാക്സിമം നോക്കും. ഓക്കെ, ഇന്നലെ ഞാൻ അൽഫാം കഴിച്ചു, അപ്പോൾ നാളെ അൽഫാം കഴിക്കാനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഫലാഫിലായിട്ട് കഴിച്ചിട്ട് റെഡി ആക്കാം. ഇതൊക്കെ പുറത്തുനിന്ന് കഴിക്കണോണ്ട് കേട്ടോ. അല്ല, ഞാൻ എക്സാമിന്റെ ആ ഒരു ടൈമാണ് പറയണേ. എക്സാമിന്റെ ടൈമിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. പിന്നെ മെസ്സ് ഉണ്ട് അവിടെ, കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്ന് മെസ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണമെങ്കിൽ അവർ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കറക്റ്റ് ടൈമിൽ മെസ്സ് കൊണ്ടുവരും. അതല്ല, എക്സാം ഇല്ലാത്ത സമയം നമ്മൾ ക്ലാസ്സൊക്കെ ഉള്ള സമയമാണെങ്കിൽ രാവിലെ എണീച്ച് ഒരു ബ്രെഡോ അല്ലെങ്കിൽ കോൺഫ്ലേക്സോ ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ കഴിച്ച് പോവുക. ഉച്ചയ്ക്ക് വരുമ്പോൾ ചോറുണ്ടാക്കുക അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക. അതിനൊക്കെ നല്ല ടൈമും ഉണ്ടാവും. അതിന് ചിലവ് ചില മാസത്തൊക്കെ 10,000 പൗണ്ടോ അല്ലെങ്കിൽ 12,000 പൗണ്ട് അയച്ചാലും ഇടയ്ക്ക് പൈസ ബാക്കി വരും. കാരണം നമ്മൾ ആ ഒരു മാസം നല്ലോണം ഫുഡ് ഉണ്ടാക്കിയപ്പോൾ പെരുന്നാളിൻ്റെ സമയത്താണെങ്കിൽ
നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂമിൽ നഫീസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നോമ്പ് എടുത്തിട്ടുണ്ട്. അതെ ഇവല്ലായിരുന്നു, സോറി. പക്ഷെ ഇവ നോമ്പ് 12 മണിക്ക് എണീച്ചാൽ നോമ്പാണല്ലോ, ലീവാണല്ലോ. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ സമയത്താണെങ്കിൽ പുറത്തു പോയവർ ഫുഡ് തരും, എല്ലാ പള്ളിയിൽ നിന്നും ഫ്രീ ഫുഡ് തരും. അതിപ്പോൾ ഹിന്ദുസ് ആയാലും അതല്ല നമ്മളെ മറ്റേ സിൽവ ഉണ്ടല്ലോ, മറ്റേ നിവിൻ പോളി, ധ്യാനിന്റെ അച്ഛന്റെ പേര് ശ്രീനിവാസന്റെ അതിലുണ്ടല്ലോ മറ്റേ മുണ്ട് തലയിലിടാ പറയും, മറ്റേ ടവലിട്ടോ അറിയില്ല, മറ്റേ സുരാജുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു സീനുമായിരിക്കും ഫുഡ്. പിന്നെ റോട്ടില് അങ്ങനെ നടന്നു പോകുമ്പോൾ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ റോട്ടിൻ്റെ സൈഡിൽ ഡേറ്റ്സ്, ജ്യൂസ് അതൊക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ പിന്നെ ആ ഒരു മാസം ഞങ്ങൾക്ക് കുറച്ച് പൈസ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ചിലവ് ഭയങ്കര കുറവാണ്. അരിക്കാകെ 1 കിലോ 80 പൗണ്ട്. ഏത് ബസ്മതി, ഇന്ത്യൻ ബസ്മതി. ഈജിപ്ഷ്യൻ റൈസ് എടുക്കുകയാണെങ്കിൽ ആകെ 40 പൗണ്ടേ ഉള്ളൂ 1 കിലോ, 40-50 അങ്ങനെ. പിന്നെ വെജിറ്റബിളിന് അവിടെ വളരെ കുറവാണ്, ഫ്രൂട്ട്സിനും ഭയങ്കര കുറവാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുറവാണ്. അവിടെ സ്ട്രോബെറീനൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളൊരു ഫുഡ് നമ്മൾ ഒരു ദിവസം പോയിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാലും 1000 പൗണ്ടോ അല്ലെങ്കിൽ 2000 പൗണ്ടോ 1500 പൗണ്ട് എന്താണെങ്കിൽ അവസാനം ഉണ്ടാവും. അതും വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക്. ഇല്ലെങ്കിൽ ഒരാൾക്ക് എന്താ മിനിമം ഒരു 90% ആൾക്കാരുടെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കല് ആണ് എല്ലാവരും. സീനിയേഴ്സ് ഒക്കെ അധികം ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണം. കാരണം എത്ര ആൾക്കാര് ഇപ്പൊ ഡെയിലി നമ്മള് മീറ്റ് ഉള്ള സംഭവം കഴിച്ചാൽ തന്നെ നമുക്ക് മടുക്കും. അധികം ആൾക്കാരും വിഷ്ണു ഈജിപ്തിൽ നിന്ന് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പോരുമ്പം ഒരു ഏറ്റവും മിസ്സിങ് വരിക എന്തേക്കാരം ഈജിപ്തിൽ? അവിടുന്ന് ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് പോരുകയാണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയൂ. അല്ല എന്നാലും ഇപ്പം എനിക്കൊരു ഇതുണ്ടാവുമല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെ പോയിട്ട് ഒരു 9 മാസം 10 മാസം സെറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ഇപ്പോൾ അവിടുത്തെ? ഫുഡ് നല്ലൊരു ഫുഡാണ്. കോളേജ് ഇഷ്ടപ്പെട്ടില്ല? കോളേജ് ഇഷ്ടപ്പെട്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അവിടെ പഠിക്കാൻ പോയതാണല്ലോ, അപ്പൊ പിന്നെ കോളേജ് ഇഷ്ടപ്പെടാണ്ടല്ലാണ്ട് വേറെ ഓപ്ഷൻ. രാജ്യം എങ്ങനെയുണ്ട്? രാജ്യം, ആൾക്കാര്? നോ പ്രോബ്ലം. ആരും ഒന്നിലേക്കില്ല, നമ്മളെ മാതിരി തന്നെ. എൻ്റെ മാതിരി തന്നെ? എൻ്റെ മാതിരി തന്നെ, ഒന്നിലേക്കില്ലാത്തോണ്ട് ഇങ്ങനെ നോർമലായി പോണേ. ഈ ഒന്നിലേക്കില്ല എന്നെ കുറിച്ച് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താണ്ട് എനിക്ക് കൊറേ നേരം ഇതേ പോയിന്റ് ഞാൻ വന്നപ്പോ മുതൽ കേൾക്കില്ല. ഞാൻ പിന്നെ ഒന്നിലേക്കും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അതില്ല ചൊല്ലിട്ട് ഇവരൊക്കെയാണല്ലോ അറിയാം, ഇവര് പറയട്ടെ. വന്നപ്പോ മുതൽ ഇപ്പൊ അത് പറയണ്ട്. ഇനി എല്ലാത്തേക്കും ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. അവിടെ പോയിട്ട് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എനിക്കതിലൊരു അന്വേഷണം ഞാൻ ശക്തമാക്കും അവിടെ മിക്കവാറും. അല്ല കണ്ടായി ഒന്നിലേക്കും ഇല്ലാന്ന് പറയൂല. അത് പിന്നെ പണ്ടേ ഉണ്ട് പാരമ്പര്യ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോണ കുട്ടികൾക്ക് നമുക്കിത് വൈൻഡപ്പ് ചെയ്യല്ലേ. അഡ്മിഷൻ എടുക്കാൻ പോണ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ ആ ഒരു അബ്രോഡ് MBBSന്റെ ഒരു തെറ്റിദ്ധാരണ അതാണ് നിൽക്കട്ടെ. അല്ലാണ്ട് ഇപ്പോൾ ഒരു കൈറോ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ഈജിപ്തിക്ക് പഠിക്കാൻ പോണ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളും അത് നിങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ഇപ്പം ഈജിപ്തിലത്തെ കാര്യം മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ള എങ്ങനെ അറിയില്ല. ഈജിപ്തിലത്തെ കാര്യം പറയുകയാണെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തിരിക്കാം. അഡ്വാൻറ്റേജ് അറിയുമ്പം ഒന്ന്, ഞാൻ മെയിൻലി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത് കടാവറിൻ്റെ അവൈലബിലിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫീസ് കുറവല്ല പറഞ്ഞിട്ട് സിലിക്കൺ ബോഡി ഇരുന്ന് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ബോഡി കാണുമ്പോൾ, ഇപ്പോൾ MBBS കഴിഞ്ഞ് പെട്ടെന്നൊരു ബോഡി കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക പ്രശ്നമാവും. കാരണം ഞങ്ങൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ ലാബിലേക്ക് വന്ന കുറേ കുട്ടികൾക്ക് ഈ ഫോർമാലിൻ്റെ സ്മെല്ലടിച്ചിട്ട് തല കറങ്ങിയിട്ടുണ്ട്, കണ്ണെരിയും കുറേ നേരം അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു കടാവറിൻ്റെ അതായത് ഡെഡ് ബോഡീൻ്റെ കൂടെ ഡോക്ടർമാരെ കൂടെ ഇരുന്ന് ഫോർമാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഫിലിപ്പീൻസ് പഠിക്കുന്ന സമയത്ത് അനാട്ടമിൻ്റെ ലാബ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഹോട്ടലിലത്തെ സ്റ്റാഫ് വയ്ക്കും നിങ്ങളെ മോർച്ചറി മണക്കുണ്ട്. കാരണം നമ്മൾ ഈ ഡ്രസ്സിൽ മുഴുവൻ ഫോർമാലിൻ കയറും. അപ്പം ഈ കടാവറിൻ്റെ കൂടെ ഇരുന്ന് കടാവർ ഇപ്പം റിവിഷൻ ക്ലാസ് അവിടെ ഏറ്റവും അടിപൊളി സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. കാരണം നമുക്ക് ഡെഡ് ബോഡി ഡോക്ടർമാരുണ്ടാവില്ല, ഒന്നിലേക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പ്രാക്ടിക്കൽ എക്സാമിന് റിവിഷൻ ടൈമിൽ ഡോക്ടർമാരുണ്ടാവില്ല.
നമ്മൾ തന്നെ സ്വന്തം പഠിക്കുക. അവിടെ അറബിക് സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞുതരും. നമ്മൾ ഫസ്റ്റൊക്കെ ഞങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു. ഫസ്റ്റ് തൊടാൻ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു, ഒരു ഡെഡ് ബോഡി മുന്നിൽ കിടക്കുമ്പോൾ. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് തൊടലായി, പിന്നെ ഗ്ലൗസ് ഊരിയിട്ടുള്ള തൊടലായി, പിന്നെ ആൾക്കാർ വലിച്ചെടുക്കലായി. ചില കുട്ടിയൊക്കെ പഠിക്കാനുള്ളൊരിത് വെച്ചിട്ട് കാലെടുത്ത് വലിച്ചെടുക്കും. ചില ഇപ്പോൾ സിലിക്കൺ ബോഡി വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓരോ കോയിന്റെ കാലെടുക്കണ അതേപോലെ ഇപ്പോൾ നമ്മൾ ശവായ കാണുമ്പോൾ എങ്ങനെയാ ഡ്രൈ ചെയ്തിട്ടല്ലേ, അതേപോലെ തന്നെയാണ്. അപ്പം ഫസ്റ്റ് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും, പിന്നെ യൂസ്ഡ് ആവും. മെയിൻലി എന്താ ഞാൻ പറയാൻ വന്നേ, സിലിക്കൺ ബോഡിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വെയിനും ആർട്ടറിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് ഓരോ ഇപ്പോൾ നമ്മളെ തൊടയിലുള്ളതാണെങ്കിൽ പോലും അഡക്ടർ മാഗ്നസ് അങ്ങനത്തെ ഉള്ള അറിയാലോ. ആ ഒരു നമ്മളെ എന്താ പറയുക, ഒരു ഡെഡ് ബോഡി, ഒരു കടാവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ബ്രൗൺ കളർ ആയിരിക്കും, മനസ്സിലാവില്ല. നമ്മൾ ചിലത് ഇപ്പോൾ നെർവ് ആയിരിക്കും കയ്യിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടാവുക, പക്ഷെ നമ്മുടെ മനസ്സിലാവും ഇത് ചിലപ്പോൾ ഇനി മസിലാണോ, പിന്നെ അത് വിളിച്ചു നോക്കണം മസിലാണോ നെർവാണോ നോക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ ഏറ്റവും നല്ല സംഭവം. കാരണം ഒരു ഡെഡ് ബോഡി മാറിയിട്ട് നമ്മളെ മുന്നിലൊരു പേഷ്യൻറ്റ് വന്നിരിക്കുമ്പം സർജറി ചെയ്യുമ്പോൾ നമ്മൾ സിലിക്കൺ ബോഡി കണ്ട പോലെ ആയിരിക്കില്ല ആ ബോഡിയിൽ ഉണ്ടാവുക, നമ്മൾ കടാവർ കണ്ട പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം കറക്റ്റ് ആ ഒരു ലൈവില് കുറച്ചുകൂടി മാറ്റമുണ്ട്. ഇപ്പൊ നമ്മൾ കടാവറിലുള്ള പോലെ നമ്മൾ റിയൽ പേഷ്യന്റ് വരുമ്പോൾ കുറച്ചുകൂടി ചേഞ്ച് സർജറീസിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ ഒരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടാവും. പിന്നെ ഒന്നത് കടാവറിൻ്റെ, പിന്നെ രണ്ടാമത് പുറത്തേക്ക് പോകാനുള്ള GCC കൺട്രീസ് ആയിക്കോട്ടെ, UK, യൂറോപ്പ്, എവിടെ ആ ഒരു കൺട്രീസിലേക്ക് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റിയൊരു എന്താ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇപ്പം ChatGPT നോക്കുകയാണെങ്കിൽ, ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പേര് വരെ കൈറോ യൂണിവേഴ്സിറ്റി, ഈജിപ്റ്റ്, അതായിരിക്കും വരെ. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, പൈസ ഒന്നും കിട്ടില്ല അവരെ കുറിച്ച് നല്ല പറഞ്ഞ ഒന്നത്. പിന്നെ അവിടുത്തെ ലിവിങ് സ്റ്റൈൽ എന്താ, ഒരു നോർമൽ, ഒരു ആർഭാടൊന്നും ഇല്ലാതെ ഒരു ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് പോവും. ലൈക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നിനും തലയിടാൻ നിന്നാൽ മതി. നമ്മൾ നമ്മളെ കാര്യം, നമ്മളെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ നോക്കി ചില്ലാക്കിയിട്ട് പഠിത്തവും അതേപോലെ കളിയും. പിന്നെ ഫുട്ബോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അടിപൊളി സ്ഥലം. നമ്മളെ കുട്ടികളല്ല ഫുട്ബോൾ കളി എന്നും വൈകുന്നേരം അത്യാവശ്യം. കാരണം യൂണിവേഴ്സിറ്റിയിലുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ രാത്രി മുതൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, പിന്നെ അതേപോലെ മറ്റേ ടേബിൾ ടെന്നീസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും രാവിലെ മുതൽ രാത്രി വരെ ഫുള്ള് ബുക്കിങ്ങാണ് നമുക്ക്. അതും നമ്മളെ മലയാളി സ്റ്റുഡൻസ് ആയിരിക്കും, എല്ലാ സീരിയസും നമ്മളെല്ലാവരും ആയിരിക്കും അവിടെ കളിക്കുക. പിന്നെ ഓരോ മീറ്റർ, ഒരു 500 മീറ്റർ, 1 കിലോമീറ്റർ തീരുമ്പോൾ ഓരോ ടർഫാണ്. സ്കൂൾ ടർഫ്, ആ ടർഫ്, ഈ ടർഫ് പറഞ്ഞിട്ട് നൈൽ റിവർ ടർഫ് പറഞ്ഞിട്ട് ഒരു വലിയ ടർഫ് ഉണ്ട്, ഭയങ്കര വലുത്, നൈലിൻ്റെ തൊട്ടപ്പുറത്തുള്ള. അവിടെ അടിപൊളിയാണ്, റേറ്റും കുറവാണ്. നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ്. പിന്നെ ഒന്നത് കളിക്കാനും പിന്നെ അവിടുത്തെ ഉള്ള സംഭവങ്ങളും. പിന്നെ അവിടുത്തെ ആൾക്കാർ റൂഡാണോ പിന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയാൽ നമ്മൾ അങ്ങോട്ട് വന്നിട്ട് ആരും വെറുപ്പിക്കാൻ നിൽക്കില്ല. പിന്നെ ചില ആൾക്കാർ എന്താ നമ്മളങ്ങനെ മോക്കിയും ഇങ്ങനെയൊക്കെ ഇന്ത്യൻസ് അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ചില കുട്ടികൾ ഇതാക്കും, നമ്മളെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എന്താ ഷാറുഖ് ഖാനാ, അമിതാഭ് ബച്ചൻ, അതിപ്പോൾ ആരാണെങ്കിലും ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചനാ. പെണ്ണുങ്ങളെ കാണുകയാണെങ്കിൽ ഐശ്വര്യയും. അതിപ്പോൾ ആരിപ്പോൾ ഡോക്ടർ നടന്നു പോയാലും ഡോക്ടർ അമിതാഭ് ബച്ചൻ അവർക്ക്. ഇപ്പൊ ഞാനും വിഷ്ണുവൊക്കെ ചിലപ്പോൾ ഞാൻ രസം തരാം. അവിടെ നമ്മളിപ്പോ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോവല്ലോ നമ്മള്, ഗിംബൽ ഇതൊക്കെ പാടെ പിടിച്ച് വൺ സെറ്റപ്പ് ക്രൂ 2-3 സ്റ്റാഫും ഇവരൊക്കെ പാടെ വന്നിട്ട് നമ്മള് കാറിന്ന് ഇറങ്ങണതൊക്കെ എടുക്കല്ലേ, ഇവരൊക്കെ പാടെ വൈത്തല കൂടും. എന്തോ സംഭവം ഞാൻ ഭയങ്കര അങ്ങനത്തെ എന്താണ് ഡിസഡ്വാൻറ്റേജുകൾ എന്താണ് അഡ്വാൻറ്റേജ് കഴിഞ്ഞില്ല, അഡ്വാൻറ്റേജ് ഇനിയുണ്ട്. കാരണം ഡിസഡ്വാൻറ്റേജ് ഇപ്പം പറയുകയാണെങ്കിൽ ഫസ്റ്റ് വന്ന സമയത്ത് ഫുഡിൻ്റെ ഒരു പ്രശ്നമല്ല, പക്ഷേ എനിക്ക് ഓവർ ടൈം ഇങ്ങനെ ഫുള്ള് മീറ്റ് കഴിക്കണം എനിക്ക് വലിയ പറ്റൂല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇവനും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം ഇവൻ ചിക്കൻ ബീഫ് ഒക്കെ കഴിച്ച് പോകുന്ന ആളായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് കുറേ ഒരാഴ്ചത്തോളം ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയിൽ ഒരു 5-6 ദിവസം തന്നെ എന്താ ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മടുക്കും ഒരു ഫുഡ് തന്നെ ഇങ്ങനെ കഴിക്കുമ്പം. പക്ഷെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. പക്ഷെ എനിക്ക് പേടിയാണ് ട്രൈ ചെയ്യാൻ വെറൈറ്റി സാധനങ്ങൾ. അവിടെ ഇനിയും ടൈം ഉണ്ടായതുകൊണ്ട് ട്രൈ ചെയ്യാനുള്ളൊരിത്. അപ്പോൾ ഫുഡ് ഇപ്പം വെജിറ്റേറിയൻസ് ആണ് വരുന്നത് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെടും. കാരണം അവിടെ മെയിൻലി മീറ്റായുള്ളൊരു സംഭവം.
പിന്നെ ഒരു ഈ ഡിസഡ്വാൻറ്റേജ് വെജിറ്റേറിയൻസിന്റെ ഇത് പറയുമ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ, അതോ കിട്ടാത്തോണ്ടാണോ അത് നമ്മൾ ചോദിക്കണം. കാരണം ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ എല്ലാ വെജിറ്റബിൾസും അവൈലബിൾ ആണ്, എനിക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. ഫ്രൂട്ട്സ് ലൈക്ക് ഇപ്പോൾ ഹോട്ടലിൽ പോകുമ്പോഴുള്ള സംഭവം ഞാൻ പറഞ്ഞേ. ഹോട്ടലിൽ കുക്ക് ചെയ്ത് കഴിക്കണ സമയത്ത് എല്ലാം ഉണ്ട്, പനീർ വരെ ഉണ്ട് അവിടെ, അതാ ഗ്രീൻ പറഞ്ഞത്. പീസ് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ല നമുക്ക് അത് പറയാൻ കൂട്ടാറ്റില്ല. പറ്റില്ല. പക്ഷെ ഞാൻ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുമ്പോൾ ആ ഒരു അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവിടെ കുറേ ഉണ്ടായതുകൊണ്ട് ഇന്ത്യൻ ഫുഡ്, അല്ല അതാ ഞാൻ പറഞ്ഞു, നമ്മള് ഞാൻ ഈ അഡ്വാൻറ്റേജ് നമ്മൾ പറയുമ്പോൾ ശരിക്കും അത് ക്ലാരിഫൈ ചെയ്യണം. കാരണം ആൾക്കാർ വിചാരിക്കും എന്താ വെച്ചാൽ വെജിറ്റേറിയൻസിന് തീരെ അവിടെ പറ്റില്ല. നിങ്ങൾ റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യമാണ് പറയണത്. റെസ്റ്റോറൻറ്റ് നേരെ മറിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇല്ല, എല്ലാം കിട്ടും, എല്ലാം അവൈലബിൾ. അപ്പം പീജൻ വരെ അവൈലബിൾ, നല്ല ടേസ്റ്റ്. വെജിറ്റേറിയൻസിന് എന്ത് പീജാണടാ. അല്ല ഞാൻ വെജിറ്റേറിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല, ഞാൻ അറിയില്ല, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചെക്കന്മാരെ ഇറച്ചി മീൻ നിന്നിട്ട് അത് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല റേറ്റിൽ കിട്ടും, നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും. ഈ ഡിസഡ്വാൻറ്റേജുകൾ പറയാം, അതായത് അനക്ക് ഒന്നും പറയാനില്ലേ, അതാണ് ചോദിക്കണത്. അനക്ക് എന്താ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവനെന്തോന്ന് പറയാണ്ട്? അല്ല എന്താ പറയാ, ഡിസഡ്വാൻറ്റേജ് അറിയുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടണ്ട. ടൈമിങ്, ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു ടൈമിംഗ് ഇല്ലേ, അത് ഇടയ്ക്ക് തണുപ്പുള്ള സമയമാകുമ്പം 3.5 മണിക്കൂർ ഇതാവും. അതൊരു അടിപൊളി ഫാക്ടർ. ഒരു ഒക്ടോബർ അല്ല എന്താ അറിയോ, ഒരു ഒക്ടോബർ 31 ഒരു മണിക്കൂർ മുന്നേക്ക് അത് അടിപൊളി സാധനം. ഞാൻ ഒരാളോട് പറഞ്ഞപ്പോ ആളിന്നെ കളിയാക്കാം. അതെങ്ങനെയാണ്? അത് നവംബർ 1 ഒരു പ്രാവശ്യം ഞങ്ങൾ നോക്കുമ്പോൾ ക്ലോക്കിൽ 11 മണി, ഒരു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും 11 മണി. ഇനി ക്ലോക്ക് തെറ്റിയതാണോ, ഇനി ഫോൺ നോക്കുമ്പോൾ ഫോൺ മാറി, ഒരു 11 മണി വീണ്ടും കാണിക്കണേ. പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ 25 അങ്ങനെ എന്തോ, പിന്നെ 2.5 മണിക്കൂർ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ ബാക്ക് പോകും. അത് ഇപ്പം വീട്ടിലേക്ക് വിളിക്കുന്നതാണെങ്കിൽ 3.5 മണിക്കൂർ. ഇപ്പോൾ നമ്മളെ ഈജിപ്തിലെ ഒരു ടൈമിൽ 9 മണി, രാത്രി 9 മണി വിചാരിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇതൊന്നും ഡിസഡ്വാൻറ്റേജ് അല്ല, കാരണം വേറെ ഒന്നും ഇല്ല പറയാൻ. പിന്നെന്താ ഉള്ളത്, പിന്നെ അവിടെ അറബിക്ക് അറിയാത്ത അറബിക്ക് അറിയാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവോ ചോദിച്ചാൽ ഇടയ്ക്ക് ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഉബർ ആണെങ്കിലും അവിടെ മെയിൻ സംഭവമാണ് തലാബാത്ത്, നമ്മളെ GCC കൺട്രീസിലുള്ള. അതിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു സാധനം ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അവരോട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്പിൽ തന്നെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ല. വെതർ ഇപ്പം ചൂടുള്ള സമയത്ത് നല്ല ചൂടാണ്, പിന്നെ അവിടെ ഇല്ല. പക്ഷെ എന്നാലും എക്സാമിൻ്റെ സമയത്ത് ഇടയ്ക്ക് ഒരു ഇതുണ്ട്, പിന്നെ ഇടയ്ക്ക് മഴ കിട്ടും. തണുപ്പുള്ള സമയത്ത് അപ്പൊ പോകുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് ചൂട് കിട്ടിയിട്ടില്ല. ഈജിപ്തിന്റെ ചൂട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വേറെ ഗൾഫ് കൺട്രീസ് കിട്ടിയിട്ടുണ്ട്. ഈജിപ്ത് ഞാൻ വരുമ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഹ്യൂമിഡിറ്റി കുറവാട്ടോ. സെപ്റ്റംബറിൽ നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ്, എന്താ സുഖം. പക്ഷേ അവിടേക്ക് വരുന്ന കുട്ടികൾ ചിലപ്പോൾ എനിക്ക് ഡോക്യുമെന്റേഷനൊക്കെ പോകാണ്ട് രാവിലെ എണ്ണീക്കാൻ അവിടുത്തെ ഒരു ഉറക്കിന് വല്ലാത്തൊരു സുഖം. അത് എന്താ പറയാ, അതുകൊണ്ടാണ് അതിന് മാത്രം പ്രതികരിച്ച അവസാനം എന്താ പറയാ, അതിലെങ്കിലും പ്രതികരിച്ച് താങ്ക് യു. അവിടുത്തെ ഉറക്ക് വല്ലാത്തൊരു സുഖമുള്ള ഉറക്കാണ് ഈ സെപ്റ്റംബറിലൊക്കെ. ഈ ചൂടത്തെ എനിക്ക് ജനുവരി ഒരു എക്സാം ഉണ്ട് ഞങ്ങൾക്ക്, എക്സാം. അത് അതിൻ്റെ അടുത്തൊരു സ്റ്റോറി ഉണ്ട്, ഞാനത് പറയണില്ല, പറഞ്ഞാൽ നെഗറ്റീവ് ആവും. ഇങ്ങളതല്ല വേറെ ഒരാളുണ്ട് എക്സാമിന് ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട്, ഞാൻ പറയണില്ല. അത് ഈ തണുപ്പായുണ്ട്. പിന്നെ പോണ കുട്ടികളോട് മെയിൻലി ഒരു ജാക്കറ്റെങ്കിലും എടുത്തോ. കാരണം ഞങ്ങൾ ഈജിപ്റ്റ് അല്ലേ ചൂടല്ലേ വിചാരിച്ചിട്ട് ജാക്കറ്റ് എടുത്തില്ല. പക്ഷെ നല്ല തണുപ്പ് തന്ന ലിസ്റ്റിൽ ജാക്കറ്റിനെ പറ്റി നമ്മൾ എഴുതിയിരുന്നല്ലോ. ഞാൻ വെയിറ്റ് ഉള്ള ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജാക്കറ്റ് അവിടെ നിന്ന് വാങ്ങാൻ വിചാരിച്ചിട്ട് ഒഴിവാക്കി. ആ ജാക്കറ്റ് എന്താ ഇത്രയൊക്കെയാണ് നമ്മളെ ഈജിപ്തിനെ കുറിച്ച്. കുറെ ഇങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ട്, നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ കുറെ കയറിപ്പോവും. അപ്പോൾ ഒരു ആവറേജ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ഉണ്ട്, ഒരു 55 ലക്ഷം റുപ്യ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി. കാരണം നിങ്ങൾക്ക് ഒരു 55 ലക്ഷം റുപ്യ എടുത്താൽ എന്തായാലും എയിംസിൽ പഠിക്കാൻ കഴിയൂല. അത് നിങ്ങൾ 1 കോടി എടുത്താലും കഴിയൂല, 2 കോടി എടുത്താലും കഴിയൂല. പക്ഷേ നിങ്ങൾക്ക് ഒരു 50-55 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയിംസിനെക്കാട്ടി റാങ്കിങ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് മാർക്കും ഉണ്ടെങ്കിൽ, അത്യാവശ്യം +2 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയിംസിനെക്കാട്ടിലും റാങ്ക് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
MBBS പഠിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ആളുകൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈജിപ്തിലെ കെയ്റോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല ഈജിപ്തിൽ അപ്പോൾ ചോദിക്കും നമുക്കൊരു 30-35 ലക്ഷം റുപ്യൊക്കെ റേഞ്ചിൽ പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റികളാണ് നെഹദ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് കൺട്രി തന്നെയാണ് MBBS പഠിക്കാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അഡ്മിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് ആക്സസ് ഉള്ള ആളുകളായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഒരു ടീം ഉണ്ടാവും. ആ ഒരു ടീമിൻ്റെ കൂടെ പോകുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനലായിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? അല്ല, കാരണം ഡോക്ടർ പറഞ്ഞ പോലെ അറിയുന്ന ലൈക്ക് അവിടെ ഒരു പിടിപാടുള്ള ആൾക്കാരുടെ കൂടെ പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പം അല്ലാതെ മറ്റേ കൺസൾട്ടൻസി കുറച്ച് ഫീസ് കുറവാണല്ലോ, ഈ കൺസൾട്ടൻസി കുറച്ച് കൂടുതലല്ലേ, വേണ്ട വിചാരിച്ച് പോവുകയാണെങ്കിൽ ആയിക്കോട്ടെ പോയിക്കോ. പക്ഷെ അവിടെ പോയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം എല്ലാം നോക്കേണ്ടി വരും. അല്ല അതെന്താ അറിയോ, ഞാനത് പറയാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്ക് 6 കുട്ടികൾ ലാസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് നോമിനേഷൻ പോലും ഇല്ല. കാരണം അവർ വേറെ ആളുകൾ വഴി പോയിട്ട് കെയ്റോ കിട്ടാത്ത ആൾക്കാർ ഐനുഷംസിൽ വന്ന അവർക്കൊക്കെ അഡ്മിഷനും കിട്ടി. അത് നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു ഇത് നമ്മൾ എപ്പോഴും ഉള്ളൊരു ടീമിനെ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി MBBS പഠിക്കാൻ നോക്കണം ആരെങ്കിലും നിങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും പാരൻസൊക്കെ അബ്രോഡൊന്നും വിടൂല, ഇവിടെ നാട്ടിൽ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരും.